ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് അവൻ മറഞ്ഞു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 16 തുടങ്ങിയ വാക്യങ്ങളിൽ യേശു പറഞ്ഞിരുന്നു, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണാതെ ഇരിക്കും, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അവർ ചോദിച്ചു, എന്താകുന്നു ഈ കുറഞ്ഞോന്ന്? കർത്താവ് പറയുകയാണ്, ഞാൻ മറയപ്പെടും എന്ന് പറയുകയാണ്. പിന്നെയും കർത്താവ് പറയുകയാണ്, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, പക്ഷേ നിങ്ങൾ എന്നെ കാണുമെന്ന് പറയുകയാണ്. യേശു കർത്താവ് പറയുന്നത് മറയപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു കർത്താവ് മറയപ്പെടുകയാണ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 2 മറയപ്പെടലുകളെ, രണ്ട് ഒളിപ്പിക്കപ്പെടുന്ന 2 പ്രാവശ്യം യേശു കർത്താവ് മറയപ്പെടുന്നതിനെ കാണുവാൻ കഴിയുക. ഒന്നാമത് യേശു കർത്താവ് മറയപ്പെടുന്നത്, യേശു കർത്താവിൻ്റെ 33 തിരുവയസ്സിൽ ഗബത്തയുടെ കൽത്തളത്തിൽ അടിക്കപ്പെടുന്ന യേശുവിനെ നോക്കി റോമൻ ഗവർണറായ പീലാത്തോസ് മരണവിധി വിളിച്ചു പറയുമ്പോൾ വലിയ മരക്കുരിശും അവൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകപ്പെടുന്ന യേശു മരിച്ച് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ അരിമത്യയിലെ യോസഫ് യേശുവിൻ്റെ ശരീരത്തെ ശീലയിൽ ചുറ്റി തൻ്റെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച് വലിയ കല്ലുരുട്ടി വെക്കുമ്പോൾ അതിൻ്റെ ചുറ്റും പടയാളികളിൽ നിന്ന് റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്രണം അതിന്മേൽ പതിപ്പിക്കുമ്പോൾ ലോകം പറഞ്ഞു, യേശുവിനെ ഇനിയും കാണാൻ കഴിയുകയില്ല. മരണം യേശുവിനെ മറച്ചു, ലോകത്തിൻ്റെ അധികാരങ്ങൾ യേശുവിനെ മറച്ചു. ഇസ്രായേലിലെ കാബാലികർ യേശുവിനെ മറച്ചു. അവർ പറഞ്ഞു, യേശുവിനി പട്ടണത്തിൽ വെളിപ്പെടാതെ, യേശുവിനി സമൂഹത്തിൽ വെളിപ്പെടാതെ, മനുഷ്യൻ ഇനിയും യേശുവിനെ കാണാതെ ഞങ്ങൾ യേശുവിൻ്റെ മേലൊരു തിരശീല ഇട്ടോ, അല്ല ഞങ്ങൾ അവൻ്റെ മേലൊരു വലിയ കല്ലുരുട്ടി വെച്ചോ, അവനിനി കല്ലറയ്ക്കകത്തിരിക്കുക, അവൻ്റെ ശരീരം മണ്ണിനകത്ത് ദ്രവിക്കുക, അവൻ ഇനിയും ഭൂമിയിൽ വെളിപ്പെടത്തില്ല, അവനെ ആരും കാണുകയില്ല എന്ന്. എന്നാൽ 3-ാം ദിനം പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ പറഞ്ഞ തിരുവെഴുത്തിൻ്റെ നിവർത്തീകരണത്തിനൊത്തവണ്ണം അവൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ലെന്നുള്ള ദൈവത്തിൻ്റെ പ്രവാചക വാക്യത്തിനൊത്തവണ്ണം 3-ാം നാൾ അവൻ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ ഒരു യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ ശക്തിക്കോ ബുദ്ധിക്കോ ലോകത്തിൻ്റെ അധികാരത്തിനോ നിയമങ്ങൾക്കോ യേശുവിനെ മറച്ചു വെക്കാൻ കഴിയത്തില്ല. 3 രാവും 3 പകലും അവനെ മറച്ചു വെച്ചോ, പക്ഷെ അതോടുകൂടി യേശുവിനെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദൈവജനത്തിൻ്റെ അടുക്കൽ ഞാൻ വിളിച്ചു പറയട്ടെ, അധികാരം കൊണ്ട്, ശക്തി കൊണ്ട്, ബുദ്ധി കൊണ്ടും ബലം കൊണ്ടും നിന്നെ ഒരു സീസണിലേക്ക് മറച്ചു വെക്കാവുന്ന ഒരുപക്ഷെ പൈശാചിക ശക്തികൾക്ക് കഴിഞ്ഞേക്കാം. രോഗക്കിടക്കകത്തു നിന്നെ മറച്ചു വെക്കാനോ, മാനസിക സംഘർഷങ്ങൾക്കകത്ത് അടയപ്പെട്ട ഒരു മുറിക്കകത്ത് നീ ഒതുങ്ങാനോ, നിന്നയുടെ മൂടുപടത്തിനകത്ത് നിനക്കൊരുപക്ഷെ മറഞ്ഞിരിക്കേണ്ട കാലങ്ങൾ വന്നേക്കാം. ആ കല്ലറയിലെ കല്ലൊരിക്കലും ഉരുട്ടി മാറ്റപ്പെടാതെ വേണ്ട. അന്ധകാരത്തിൻ്റെ അധികാരങ്ങൾ അതിന്മേൽ മുദ്രണം പതിച്ച് അതിന്മേൽ പൈശാചിക കാവലുകൾ കാവൽ നിന്നേക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം, ദൈവ പൈതലേ, യേശുവിനെ ലോകത്തിന് മറച്ചു വെപ്പാൻ കഴിഞ്ഞില്ല. റോമ സാമ്രാജ്യത്തിന് അവനെ മറച്ചു വെപ്പാൻ കഴിഞ്ഞില്ല. 3-ാം നാൾ അധികാലത്ത് ഇരുട്ടുള്ള സമയത്ത് കല്ലറയിലെത്തിയ സ്ത്രീകൾ കണ്ടോ, അവനെ മറച്ചു വെപ്പാൻ കഴിയത്തില്ല. അവനെ മറച്ചു വെപ്പാൻ തക്കവണ്ണം ഉരുട്ടി വെച്ചിരുന്ന വലിയ കല്ലുകളെ തള്ളി മാറ്റി ഒരു ദൂതൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അവനെ ലോകം കാണത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? പക്ഷേ നിങ്ങൾ ഗലീലയ്ക്ക് നടന്നു പോകുവീൻ, നിങ്ങൾ എത്തുന്നതിന് മുന്നമേ അവൻ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയാ. അവനെ ഇനി ലോകം കാണത്തില്ലെന്ന് ആശങ്കപ്പെട്ട് എമ്മവസിലേക്ക് നടന്നുപോയ 2 ശിഷ്യന്മാരുടെ കൂടെ ചേർന്ന് നടന്ന് അപ്പം നുറുക്കുമ്പോൾ യേശു അവരുടെ കണ്ണു തുറന്നിട്ട് ചോദിച്ചോ, ലോകം പറഞ്ഞു ഇനി എന്നെ കാണാൻ കഴിയത്തില്ലെന്ന്, നിങ്ങൾ കണ്ടോ എന്നെ? നിങ്ങൾ കണ്ടോ എന്നെ? ഭയത്തിനകത്ത് അടയപ്പെട്ട മുറിക്കകത്ത് 10 ശിഷ്യന്മാർ ഇരിക്കുമ്പോൾ അവരുടെ നടുവിൽ
ചെന്ന് നിന്നിട്ട് യേശു ചോദിച്ചു, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട് 11 ശിഷ്യന്മാർ ഇരിക്കുമ്പോൾ യേശു ചെന്ന് 11ാമൻ തോമസിനെ അരികെ വിളിച്ചിട്ട് തൻ്റെ കൈയും വിലാപ്പുറവും കാണിച്ചിട്ട് പറഞ്ഞു, നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ തോമസേ? ഇനി എന്നെ കാണത്തില്ലെന്ന് ലോകം പറഞ്ഞപ്പോൾ ഇതാ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ ഞാൻ ലോകത്തിന് എന്നെ പ്രദർശിപ്പിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ലോകത്തിന് നിന്നെ മറയ്ക്കാൻ കഴിയത്തില്ല. ലോകത്തിന് നിന്നെ മറയ്ക്കാൻ കഴിയത്തില്ല. ഒരു കഷ്ടതയ്ക്കും നിന്നെ മറയ്ക്കാൻ കഴിയത്തില്ല. ഒരു രോഗത്തിന് നിന്നെ മറയ്ക്കാൻ കഴിയത്തില്ല. ഒരു ഡിപ്രഷനും നിന്നെ മറയ്ക്കാൻ കഴിയത്തില്ല. അരിമത്തിയിലെ യോസഫിന്റെ കല്ലറകളെ തുറന്ന് ലോകത്തിന്റെ മറവുകളെ കീറി അവൻ പുറത്തു വന്നുവെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ലോകത്തിന് എന്നെ മറച്ചു വെക്കാൻ, ലോകത്തിന് എന്നെ മൂടി വെക്കുവാൻ സാധ്യമല്ല. ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് നീ പുറത്തു വരാതെ വേണ്ട, നിന്റെ ശുശ്രൂഷ പുറത്തു വരാതെ വേണ്ട, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം പുറത്തു വരാതെ വേണ്ട, നിന്റെ മേൽ കിടക്കുന്ന പൊട്ടൻഷ്യൽ, നിന്റെ അകത്ത് ദൈവം ഇൻവെസ്റ്റ് ചെയ്ത ദൈവ പദ്ധതികൾ പുറത്തു വരാതെ വേണ്ട. നിന്നെ അടച്ചു കെട്ടി കല്ലറയ്ക്കകത്ത് ഒതുക്കിയതുപോലെ എവിടെയൊക്കെ ഏതൊക്കെ ദുരാത്മ ശക്തികൾ ശത്രു എന്നെ മറച്ചു വെക്കത്തില്ലെന്നേ, പരാജയങ്ങൾ എന്നെ മറച്ചു വെക്കത്തില്ലെന്നേ, സങ്കടങ്ങൾ എന്നെ മറച്ചു വെക്കത്തില്ലെന്നേ, നിരാശകളുടെ ഡിപ്രഷനുകളിൽ ഞാൻ മറഞ്ഞു പോകത്തില്ലെന്നേ. ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് നീ പുറം ലോകം കാണാതെ, ലോകം നിന്നെ കാണാതെ, പിശാച് കെട്ടിയ വൻമതിലുകൾ, പിശാച് ഉരുട്ടി വെച്ച വലിയ കല്ലറകൾ, നീ അകപ്പെട്ടു പോയ കല്ലറകൾ ഇന്ന് പകൽക്കാല ദൈവാധികാരത്തിൽ പരിശുദ്ധാത്മാവ് തകർത്തെറിയുമ്പോൾ, ഞാൻ ആരാധിക്കുന്നവൻ പുനരുദ്ധാനം ചെയ്യപ്പെട്ട ക്രിസ്തുവാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്ന് അരുളി ചെയ്തവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്തവൻ, എന്നിൽ വിശ്വസിക്കുന്നവന് ലോകം കല്ലറയ്ക്കകത്ത് തള്ളിക്കയറ്റിയാൽ ദൂതൻ ഇറങ്ങി വന്ന് കല്ലറയിലെ വൻകല്ല് ഉരുട്ടി മാറ്റി പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ പുറത്തു വരുമെന്ന് അരുളി ചെയ്തവൻ. ലോകത്തിന് എന്നെ മറച്ചു വെപ്പാൻ കഴിയത്തില്ല. ലോകത്തിന് എന്നെ മറച്ചു വെപ്പാൻ കഴിയത്തില്ല. അതരം തുറന്ന് പറഞ്ഞ്, ലോകത്തിന് എന്നെ മറച്ചു വെപ്പാൻ കഴിയത്തില്ല. വിശ്വാസത്തോടു കൂടി പറഞ്ഞ്, ലോകത്തിന് എന്നെ മറച്ചു വെപ്പാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാല നിന്നെ മറച്ചു കളയാൻ, നിന്നെ ഒതുക്കി കളയാൻ, നിന്റെ മേൽ മൂടുശീല വിരിച്ച് നിന്റെ മേൽ മണ്ണിട്ട് മൂടി നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു എത്ര പദ്ധതിയിട്ടാലോ, അവർ നിന്നെ മണ്ണിട്ട് മൂടിയപ്പോൾ ചിന്തിച്ചു നീ തകർന്നെന്ന്. പക്ഷെ അവരറിഞ്ഞില്ല ഒരു വിത്തിനെയാണ് അവർ മണ്ണിട്ട് മൂടിയതെന്ന്. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ, അവർ നിന്നെ മൂടിയപ്പോൾ അറിഞ്ഞില്ല അവരൊരു വിത്തിനെയാണ് മണ്ണിട്ട് മൂടിയതെന്ന്. ഇന്ന് പകൽക്കാല മനുഷ്യൻ മണ്ണിട്ട് മൂടിയ മേഖലകളെ നോക്കി പറഞ്ഞാട്ടെ, ഒരു സീഡായിരുന്ന ഞാൻ ഒരു പ്ലാന്റ് ആകുന്നത്, ഒരു ട്രീ ആകുന്നത്, ഞാൻ ഫ്രൂട്ടുകളെ ഈൽഡ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ബ്ലൂം ചെയ്യാൻ പോകുന്നത്, അതെല്ലാം എൻ്റെ ആ ബെറിയൽ മുഖാന്തരമാണ്. ഇന്ന് പകൽ നീ വിശ്വസിച്ചാട്ടെ, മനുഷ്യൻ നിന്നെ കുഴിച്ചു മൂടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവൻ നിന്നെ കുഴിച്ചു മൂടുമെന്നറിഞ്ഞ് ദൈവം നിന്റെ ജനറ്റിക്സിനെ ഒരു സീഡാക്കി മാറ്റിയിരുന്നു. പക്ഷേ അതിനകത്തൊരു റിയാലിറ്റി ഉണ്ട്. യു ആർ ദ സീഡ് ഓഫ് ഗോഡ്. Ladhana Mahasia Prabarthani, Les Maltania, Helbera Prabarthani, and the burial day on and the transformation day, and the burial day on and the blessing day, and the burial day on and the day of breakthrough. In the Pagal Viswasiganava, spiritually in a burial in Nadatiava, financially in a burial in Nadatiava, socially in a burial in Nadatiava, Apijaram in a burial in Nadatiava, in the weed or a burial ground. Yes, yes, നിന്റെ കുടുംബം ഒരു ബറിയൽ ഗ്രൗണ്ട് ആക്കിയെടുത്തു നിന്ന് ഇന്ന് പകൽ ആത്മാവിൽ കുതിച്ചു കയറി വരട്ടെ.
meheri bahosh. Ramas meheri bahoda bashbal papas. Hibaliam prabasmatani. ലോസ് മർട്ടൈനി. ആര് മൂടി എന്നുള്ളതല്ല, എവിടെ മൂടി എന്നുള്ളതല്ല, നീ ഒരു സീഡാണെന്നുള്ളതാണ് പ്രത്യേകത. നീ ഒരു സീഡായി ഇരിക്കുന്നിടത്തോളം മൂടപ്പെട്ട ഇടത്ത് നീ ഒതുങ്ങിപ്പോകത്തില്ല. അമേൻ, 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 അമേൻ. അത് നിന്റെ ബറിയൽ ഗ്രൗണ്ട് അല്ല, അത് നിന്നെ പ്ലാന്റ് ചെയ്ത ഗ്രൗണ്ടാണ്. അത് നിന്നെ കുഴിച്ചു മൂടിയതല്ല, അത് നിന്നെ നട്ടതാണ്. മനുഷ്യൻ വാക്കുകൊണ്ട് കുഴിച്ചു മൂടിയിടത്ത്, മനുഷ്യൻ പണം കൊണ്ട് കുഴിച്ചു മൂടിയിടത്ത്, മനുഷ്യൻ പൊളിറ്റിക്സ് കൊണ്ട് കുഴിച്ചു മൂടിയിടത്ത് ഇന്ന് പകൽ പറഞ്ഞാട്ട് അതെന്റെ ബോറിയൽ ഗ്രൗണ്ട് അല്ല, അതെന്റെ പ്ലാന്റിങ്, അത് ഞാൻ പ്ലാന്റ് ചെയ്യപ്പെട്ട അതെന്റെ ഗ്രൗണ്ടാണ്. അതെന്റെ ബോറിയൽ ഗ്രൗണ്ട് അല്ല, അതെന്റെ പ്ലാറ്റ്ഫോമാണ്, അതെന്റെ ഗ്രോയിങ് ഗ്രൗണ്ടാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം കരമടിച്ച് 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 പക്ഷേ മരണം യേശുവിനെ കല്ലറയിൽ ഒതുക്കിയില്ലെന്നുള്ളത് സത്യം. 40 ദിവസങ്ങൾ പിന്നെയും യേശു ഭൂമിയിൽ സഞ്ചരിച്ചു. പക്ഷെ 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു ഭൂമിയിൽ നിന്ന് പിന്നെയും മറയുകയാണ്. യെസ്, മനുഷ്യൻ നിന്നെ മറയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല, പക്ഷെ ദൈവം നിന്നെ മറയ്ക്കും. മനുഷ്യൻ നിന്നെ മറയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല, പക്ഷെ ദൈവം കൽപ്പിച്ച ഒരു മറയൽ, ഒരു ഒളിപ്പിടം നിനക്കുണ്ട്. ഇന്ന് പകൽക്കാലം നീ അറിയണോ, മനുഷ്യൻ നിന്നെ മറയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല, പക്ഷെ ദൈവം നിന്നെ മറച്ചു പിടിക്കും. ജീസസ് യേശു അമേൻ. അപ്പോസ്തല പ്രവൃത്തി 1:9 ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. അമേൻ. ആരോഹണം ചെയ്തപ്പോൾ അവൻ എന്ത് ചെയ്യപ്പെട്ടു? മറയപ്പെട്ടു. ഇഫ് there is an ascension in your life, നിന്റെ ജീവിതത്തിൽ ഒരു ആരോഹണം ഉണ്ടെങ്കിൽ ഒരു മറയപ്പെടലുമുണ്ട്. ഹേ, നിന്റെ ജീവിതത്തിൽ ഒരു അസെൻഷൻ ഉണ്ടെങ്കിൽ ഒരു മറയപ്പെടലുമുണ്ട്. അസെൻഷൻ ഇല്ലാത്തവൻ എല്ലാവരുടെ മുൻപാകെ എപ്പോഴും മാനിഫെസ്റ്റബിൾ ആയിരിക്കും. അമേൻ. നീ അമേൻ. ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു മറവുമുണ്ട്. അമേൻ. അങ്ങനെയെങ്കിൽ പറഞ്ഞാട്ടെ, ഞാൻ പലയിടങ്ങളിലും മറയ്ക്കപ്പെടുന്നത് ഞാൻ ഉയർത്തപ്പെടുന്നത് കൊണ്ടാണ്. ഉയർച്ചകൾ എൻ്റെ മറവുകളാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അമേൻ. യേശു കർത്താവ് സ്തോത്രം. യേശു കർത്താവ് ഉയർപ്പിൻ്റെ ശക്തിയെ അകത്തു വഹിച്ച് ഒലിവുമലയിലേക്ക് കയറിപ്പോയി. ഉയർപ്പിൻ്റെ ശക്തിയെ അകത്തു വഹിച്ച് ഒലിവുമലയിലേക്ക് കയറിപ്പോയി. യേശു ഭൂമിയെ വിട്ടുപിരിയുമ്പോൾ യേശു കരങ്ങൾ ഉയർത്തി ഭൂമിയെ അനുഗ്രഹിച്ചു. കഴിഞ്ഞ 33.5 വർഷം താൻ നിലം തൊട്ട് നിന്ന ഭൂമിയെ താൻ അനുഗ്രഹിച്ചു. ആ ഭൂമി തനിക്കൊരു നല്ല അനുഭവമല്ല നൽകിയത്. ആ ഭൂമി തനിക്കൊരു അമേൻ ഹാരാർപ്പണങ്ങളല്ല നൽകിയത്. ആ ഭൂമി തനിക്ക് നൽകിയത് മുൾക്കിരീടങ്ങളാണ്. ആ ഭൂമി കർത്താവിന് നൽകിയത് കാരിരുമ്പാണികളാണ്. ആ ഭൂമി കർത്താവിന് നൽകിയത് അമേൻ ശാപമരക്കുരിശാണ്. ആ ഭൂമി കർത്താവിന് നൽകിയത് മുഖത്തെ തുപ്പലുകളാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഭൂമിയെ വിട്ടുപിരിയുമ്പോൾ യേശു കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചിട്ട് പോയി. അകത്തു കിടക്കുന്ന പുനരുദ്ധാന ശക്തിയോ ക്ഷമിക്കാൻ കഴിഞ്ഞ അനുഗ്രഹിക്കാൻ കഴിയുന്ന മനസ്സും കൂടെ യേശു വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അകത്തു കിടക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തിയോ പുറത്തു വെളിപ്പെടുന്ന ദീർഘക്ഷമയും ദയയും മനസ്സലിവിനകത്തുകൂടെ പുറത്തു വരുന്ന അനുഗ്രഹവും ഒന്നു ചേരുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിനെ ഞാൻ ഇങ്ങനെ പറയാ, അവിടെ നിനക്കൊരു ഉത്ഥാനമുണ്ട്, അവിടെ നിനക്കൊരു മറവുണ്ട്. ആമേൻ, ആമേൻ. ഹിഡൻ ബൈ ദ അസെൻഷൻ, ഹിഡൻ ബൈ ദ റിസറക്ഷൻ. ഉയർപ്പിൽ കൂടെ ഒരു മറവ് എനിക്ക് വേണം. ആമേൻ. ഉത്ഥാനത്തിൽ കൂടെ, ഉയർച്ചയിൽ കൂടെ ഒരു മറവ് എനിക്ക് വേണം. ഒരു അഭിഷക്തനെ സംബന്ധിച്ച് ദൈവം അവനെ മറച്ചു പിടിക്കും. ആമേൻ. ദൈവം അവനെ മറച്ചു പിടിക്കുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ദൈവം എക്സ്പോസ് ചെയ്യുന്നതാണ് ബ്ലെസ്സിങ് എന്ന്. അല്ലല്ല, എക്സ്പോസ് ചെയ്യപ്പെടുന്നതിനെക്കാട്ടിലും ഹൈഡ് ചെയ്യപ്പെടുന്നതാണ് ബ്ലെസ്സിങ്. ആമേൻ. എക്സ്പോസ് ചെയ്യപ്പെടുന്നതിനെക്കാട്ടിലും ഹൈഡ് ചെയ്യപ്പെടുന്നതാണ് ആമേൻ ബ്ലെസ്സിങ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിളിച്ചു പറയുകയാണ്, കടുംതൂക്കിന്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, ഞാൻ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ആമേൻ. ഹിഡൻ ഇൻ ദ
presence of God. എനിക്ക് ലോകത്തിന്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നതിനെക്കാട്ടിലോ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് മറഞ്ഞിരിക്കണം. കൊതിയുള്ളവർ മാത്രം പറഞ്ഞാട്ടെ, അമേ, എക്സ്പോസ് ചെയ്യപ്പെടുന്നതിനെക്കാട്ടിൽ ഹൈഡ് ചെയ്യപ്പെടണോ. അതാണ് എനിക്ക് ദൈവത്തിന്റെ മഹത്വം. ഹോലി സ്പിരിറ്റ്. സ്തോത്രം. ദൈവം മറയ്ക്കും, ദൈവം മറയ്ക്കും. ആമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒബാദ്യാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ അടുക്കൽ ഏലിയാവ് ചെന്നിട്ട് പറഞ്ഞു, ഒബാദ്യ, നീ ചെന്ന് നിന്റെ രാജാവായിരിക്കുന്ന ആഹാബിന്റെ അടുക്കൽ പറയണം, ദേ ഞാൻ ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നീ പോയി അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഒബാദ്യാവ് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, സാറിൻ്റെ കൂടെയുള്ള 100 പ്രവാചകന്മാരെ ഞാൻ ആ ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ചുകൊണ്ടിരുന്നത്. നിന്നെ പോലെ ദൈവത്തെ സേവിക്കുന്ന 100 പ്രവാചകന്മാരെ ഞാൻ ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ച് അവർക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ നിന്നെ ഒളിപ്പിക്കുന്നത് ഒരു മനുഷ്യനുമല്ല കേട്ടോ. നിന്നെ ഒളിപ്പിക്കുന്നത് ഒരു മനുഷ്യനുമല്ല. നിന്നെ അന്വേഷിച്ച് ഇസ്രായേലിലെ ആഹാബ് രാജാവ് ഇനി ആളെ അയക്കാത്ത രാജ്യവും ജാതിയുമില്ല. ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നിട്ട് ആമേൻ, അങ്ങനെ ഇവന് ഏലിയാവ് എന്ന് പറയുന്ന ആ കുറിയ മനുഷ്യൻ ഇവിടെ വന്നോ എന്ന് ചോദിച്ചാൽ അവർ പറയുക, ഞങ്ങളുടെ ഇന്റലിജൻസിനകത്ത് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്ന്. അപ്പോൾ അയാൾ ഈ ആഹാബ് രാജാവ് ആ രാഷ്ട്രവുമായിട്ടൊരു സത്യം ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞാൽ, നീ ഏലിയാവിനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നീയും തമ്മിൽ അടുത്ത ദിവസം എന്താരംഭിക്കുക? യുദ്ധം ആരംഭിക്കുക. 2 രാഷ്ട്രങ്ങളെ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിക്കത്തക്കവണ്ണ ഒരു കുറിയ മനുഷ്യൻ ശക്തനായി തീർന്നു. പക്ഷെ ഒബദ്യാവ് പറയുകയാണ്, എല്ലാ രാജ്യങ്ങളും ഒപ്പിട്ട് നൽകി, ഏലിയാവ് ഞങ്ങളുടെ നാട്ടിലില്ല, ഏലിയാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന്. ഏലിയാവേ, നിന്റെ കൂടെയുള്ള 100 പ്രവാചകന്മാരെ മനുഷ്യൻ ഗുഹയ്ക്കകത്ത് കയറ്റി അപ്പവും വെള്ളവും കൊടുത്തപ്പോൾ നീ ഒളിപ്പിക്കപ്പെട്ടത് ദൈവത്തിന്റെ കരങ്ങൾക്കകത്താണ്. നീ ഒളിപ്പിക്കപ്പെട്ടത് ദൈവത്തിന്റെ ശക്തിക്കകത്താണ്. നിന്നെ കരുതിയത് ദൈവത്തിന്റെ ശക്തിയാണ്. ആമേൻ. ഒബദ്യാവ് ഒളിപ്പിച്ചവർക്ക് ഒബദ്യാവ് ആഹാരം കൊടുത്തോ, പക്ഷെ ദൈവം ഒളിപ്പിച്ച ഏലിയാവിന് ആര് ഭക്ഷണം കൊടുത്തോ? ആമേൻ. ദൈവം ഭക്ഷണം കൊടുത്തോ. ഇന്ന് പകൽ ഞാൻ ഒന്ന് പറഞ്ഞു മുമ്പോട്ട് പോരട്ടെ. ദൈവം നിന്നെ ഒളിപ്പിച്ചാൽ ദൈവം നിന്നെ കരുതുകയും ചെയ്യോ. അവൻ ഒളിപ്പിക്കാൻ അറിയാമെങ്കിൽ അവന് കരുതാനും അറിയാം. ഹോലി സ്പിരിറ്റ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അവൻ മറയപ്പെട്ടു തുടങ്ങും. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ആമേൻ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഇതാരോടാണ് സംസാരിക്കുന്നത്? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരോട്. മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പിതാവിന്റെ മഹിമയാൽ പരിശുദ്ധാത്മാവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി പ്രാപിക്കുന്ന ദൈവജനത്തോട്. എന്നിട്ട് അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആമേൻ. മറഞ്ഞിരിക്കുന്നു. ഹിഡൻ ഇൻ ഗോഡ് ആൻഡ് ഹിഡൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് കൂടെ മറയപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു ദൈവത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. 2 ഭാഗമാണ് അവിടെ പറയുന്നത്. നീ മറയപ്പെട്ടിരിക്കുമ്പോൾ ഏകനല്ല, നീ മറയപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെയാണ് നീ മറയപ്പെട്ടിരിക്കുന്നത്. ആമേൻ. നീ എവിടെ ഒളിപ്പിക്കപ്പെടുമോ അവിടെ നീ ഏകനല്ല. നീ ഒളിപ്പിക്കപ്പെടുന്ന ഇടത്ത് ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. അതാണ് പറയുന്നത്, നീ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ജീവിതത്തിന്റെ പ്രതികൂലത്തിനകത്ത് നീ ഒളിച്ചിരിക്കുകയാണെങ്കിൽ നിന്റെ ഒളിപ്പിടത്തിൽ നീ ഏകനല്ല. നിന്റെ ഏകാന്തതയുടെ ഇരുട്ടുമുറിക്കകത്ത് നീ ഏകനല്ല. നീ എവിടെയോ വനാന്തരങ്ങളിൽ ഒളിച്ചിരിക്കുമ്പോൾ നീ ഏകനല്ല. ഇന്ന് പകൽ ഒരു പക്ഷേ നീ ലോകത്തിന്റെ ഏതെങ്കിലും ദിക്കിൽ നീ എവിടെയാണെന്ന് നിന്റെ കൂട്ടുകുടുംബക്കാർ പോലും അറിയാത്ത ഒരിടത്തിരുന്ന് രഹസ്യമായി നിറഞ്ഞ കണ്ണുകളോടുകൂടെ നീ ഒളിപ്പിടത്തിൽ ഇരുന്ന് ഇത് കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയട്ടെ, നീ ഇരിക്കുന്ന ഇടത്തു നീ ഏകനല്ല. ആമേൻ. ഹിഡൻ വിത്ത് ക്രൈസ്റ്റ്. ആമേൻ. ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ആത്മീയതയുടെ കനലുകൾ താണ്ടി വന്നിട്ടുള്ള ദൈവജനത്തിന്റെ അടുക്കൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. ഒളിപ്പിടങ്ങളിലും മറവുകളിലും ഇരുട്ടുകളിലും നാളുകൾ കഴിച്ചത് ഓർമ്മയില്ലേ? ആമേ, ആ നാളുകളെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അന്ന് നീ ഒറ്റയ്ക്കായിരുന്നോ? രാത്രിയുടെ യാമങ്ങൾ ഉറക്കമില്ലാതെ നീ നീണ്ടു പോകുമ്പോൾ ആമേൻ, എന്ത് ചെയ്യണം, എവിടെ പോകണമെന്നറിയാതെ തപ്പി
തടയുമ്പോൾ നിന്നെ ചേർത്ത് പിടിച്ച ഒരു സാന്നിധ്യത്തെ നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നെ ചേർത്ത് പിടിച്ച ഒരു സാന്നിധ്യത്തെ ഓർമ്മയുണ്ടോ? അതാണ് കൊലോസ്യർ 3:3 പറഞ്ഞത്. നീ മറയപ്പെടുന്ന ദിവസങ്ങളിൽ, നീ ഒളിക്കപ്പെടുന്ന ദിവസങ്ങളിൽ നീ ഏകനല്ല, നീ ക്രിസ്തുവിനോട് കൂടെയാണ്. ക്രിസ്തുവിനോട് കൂടെ. അടുത്ത വാക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവം നിന്നെ മറയ്ക്കുവാൻ ദൈവത്തിന് വേറെ ഒരു പൊസിഷൻ വേണ്ട. ദൈവത്തിന് നിന്നെ മറയ്ക്കുവാൻ ദൈവത്തിന് വേറെ ഒരു പ്ലാറ്റ്ഫോം വേണ്ട. ദൈവത്തിന് നിന്നെ മറയ്ക്കുവാൻ ദൈവം തന്നെ മതിയായവനാണ്. ദൈവത്തിന് നിന്നെ മറയ്ക്കുവാൻ ദൈവം തന്നെ മതിയായവനാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. 91-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ അതിങ്ങനെയാണ് പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ. ആമേൻ. The secret place of the most high. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നിങ്ങൾ അറിയണം. ആമേൻ. അത്യുന്നതന് എന്തും കൂടെയുണ്ട്, ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. ഈ മോസ്റ്റ് ഹൈ അത്യുന്നതൻ എന്തിനാ സീക്രട്ട് പ്ലേസ്? ആരും ചോദ്യം ചെയ്യാനില്ലാത്തവൻ, ആരും എതിർക്കാനില്ലാത്തവൻ, അതുല്യനായിരിക്കുന്ന ദൈവത്തിന്, അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന് ഒരു സീക്രട്ട് പ്ലേസിൻ്റെ ആവശ്യമുണ്ടോ? ആരും ചോദ്യം ചെയ്യാനില്ല, ആരെയും പേടിക്കാനില്ല, എതിർക്കാൻ ആരുമില്ലാത്ത ഇവൻ എന്തിനാണ് ഒരു സീക്രട്ട് പ്ലേസ് വേണം? ആമേൻ. കാരണം സീക്രട്ട് പ്ലേസുകളാണ്, രഹസ്യ സ്ഥലങ്ങളാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്, ഒരു മനുഷ്യനെ ഒരുക്കിയെടുക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എൻ്റെ ദൈവം അത്യുന്നതനെങ്കിലോ അവന് ചില സീക്രട്ട് പ്ലേസുകളുണ്ട്. ആ സീക്രട്ട് പ്ലേസുകൾക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇന്നൊരു പക്ഷേ ഈ ദൂത് നീ കേൾക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ സീക്രട്ട് പ്ലേസിൽ ഇരുന്നായിരിക്കാം. പക്ഷേ വിശ്വസിച്ചാട്ടെ, സീക്രട്ട് പ്ലേസിൽ ഇരിക്കുന്നവൻ നാളുകളിൽ പറയാനൊരു സങ്കീർത്തനമുണ്ട്. അതെന്താണെന്നറിയാമോ? അവൻ എൻ്റെ സങ്കേതവും കോട്ടയോ, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാണ്. അവൻ്റെ മറവിലിരിക്കുന്നവൻ്റെ ജീവിതം പരാജയത്തിൻ്റെ ഗീതമല്ല, അവൻ്റെ മറവിലിരിക്കുന്നവൻ്റെ ജീവിതം ജയത്തിൻ്റെ ഗീതമാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനം 51-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ പ്രവചനം 51-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ആകാശത്തെ ഉറപ്പിച്ചവനാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്. പക്ഷേ ഞാൻ ആകാശത്തെ ഉറപ്പിച്ചവനാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്. പക്ഷേ സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് എനിക്കൊന്ന് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറയേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലാക്കി, 2 എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. കർത്താവ് പറയാ, ഞാൻ ആകാശത്തെ ഉറപ്പിച്ചവനാ, ഭൂമിയെ അടിസ്ഥാനപ്പെട്ടവനുമാ. പക്ഷെ നിന്നെ എൻ്റെ ജനമാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നിന്റെ വായിക്കകത്ത് എപ്പോഴും എന്ത് പുറപ്പെടണോ? എൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. നാട്ടുകാർ പറഞ്ഞ ശാപവും വീട്ടുകാർ പറഞ്ഞ പ്രാക്കോ കൂട്ടുകാർ പറഞ്ഞ നിന്നയുമല്ല, പകരം എൻ്റെ വാഗ്ദത്തങ്ങളെ നീ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. എന്നാൽ വാഗ്ദത്തങ്ങളെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ എൻ്റെ കൈയുടെ നിഴലിൽ ഞാൻ നിന്നെ മറച്ചു പിടിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. ദൈവം നിന്നെ മറയ്ക്കുന്നതിൻ്റെ പിമ്പിലുള്ള ഉദ്ദേശം നിന്നെ ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. എൻ്റെ ജനമെന്ന് ദൈവത്തിന് പറയാൻ വേണ്ടിയാണ്. എവിടെയോ ഇരുട്ടറകൾക്കകത്ത് നീ ഒളിച്ചിരിക്കുന്ന യാമങ്ങളെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ഞാൻ അവൻ്റെ സ്വന്തമായി തീരേണ്ടതിന്, ഞാൻ അവൻ്റെ സ്വന്തമായി തീരേണ്ടതിന്, അവൻ്റെ വകയായി എണ്ണപ്പെടേണ്ടതിന്, ഞാൻ അവൻ്റേത് മാത്രമായിരിക്കേണ്ടതിന്, അതിനുവേണ്ടി തന്നെയാണ് അവൻ അതിനുവേണ്ടി തന്നെയാണ് അവൻ എന്നെ മറച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാല ജീവിതത്തിൻ്റെ ഒളിപ്പിടങ്ങളിൽ, മറവുകളിൽ കൂടെ നീ സഞ്ചരിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുകയാണ്, നീ ദൈവത്തിൻ്റെ വകയായി തീരുകയാണ്. നീയും കർത്താവും തമ്മിലുള്ളതായ ബന്ധത്തിൻ്റെ ഈടും പാവും ഉറപ്പിക്കപ്പെടുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരുപക്ഷെ രോഗമായിരിക്കാം, നിന്ദയായിരിക്കാം, അപമാനമായിരിക്കാം, കഷ്ടമായിരിക്കാം. പക്ഷേ അറിയണോ, നീ മറയപ്പെടുന്നത് നീ ദൈവത്തിൻ്റെ ജനമായി തീരുവാൻ, നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുവാനാണ്. അപ്പോൾ ചോദിക്കാം, എന്താണ് ദൈവത്തിൻ്റെ മറവുകൾ? എങ്ങനെയാണ് ദൈവത്തിൻ്റെ മറവുകൾ ഉണ്ടാകുന്നത്? 91-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം പറയുകയാണ്, സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ, അത്യുന്നതൻ്റെ രഹസ്യ സ്ഥലം.
എന്നാൽ അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. 4-ാം വാക്യം അവിടെ പറയുകയാണ്, 4-ാം വാക്യത്തിൽ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കുക. അപ്പം ദൈവം ഒരു മനുഷ്യനെ മറയ്ക്കുന്ന ഒന്നാമത്തെ ഭാഗം ഏതാണെന്നറിയാമോ? തൂവലുകളും ചിറകുകളും. ചിറകും തൂവലും കൊണ്ട് ദൈവം മറയ്ക്കുക, ചിറകും തൂവലും കൊണ്ട് ദൈവം മറയ്ക്കും. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ചിറകും തൂവലും കൊണ്ട് മറയപ്പെട്ടിരിക്കുക എന്നുള്ളത്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ മറയപ്പെട്ടിട്ടില്ലാത്ത, അവൻ്റെ തൂവലുകൾ കൊണ്ട് മറയപ്പെട്ടിട്ടില്ലാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ജീവിതത്തിൻ്റെ അനർത്ഥത്തിൻ്റെ നാളുകൾ കടന്നു വന്നപ്പോൾ, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ അവൻ എന്നെയും നിങ്ങളെയോ ചിറകിൻ്റെ നിഴലിൽ തൂവലുകൾ കൊണ്ട് അവൻ മറച്ചതാണ്. എന്നാൽ ഈ തൂവലുകൾ കൊണ്ട് ഇത് 17-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കണ്ണിൻ്റെ കൃഷ്ണമണി എപ്പോൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ ഈ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഒന്നും പ്രതിരോധിക്കാൻ കഴിയത്തില്ല. കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നേരെ നിങ്ങൾ വിരലും കൊണ്ട് ചെന്നാൽ ആകെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാൻ പറ്റുമോ? പക്ഷെ മാറിയാൽ എവിടെ വരെ മാറാൻ പറ്റുമോ? ഇവിടുന്ന് മാറിയാൽ ഇവിടെ വരെ മാറാം, ഇവിടുന്ന് മാറിയാൽ ഇവിടെ വരെ മാറാം. അല്ലാതെ എങ്ങോട്ടേലും ഈ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് മാറാൻ പറ്റുമോ? മാറാനൊരു ഇടമില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു തലമുണ്ട്. കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നേരെ ഒരായുധം കടന്നു വരുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി മാറുന്നതിന് മുന്നമേ എന്ത് സംഭവിക്കുമെന്നറിയാമോ? കൺപോളകൾ അതിനെ മറയ്ക്കുക. അതുകൊണ്ടാണ് ഭക്തൻ പറയുകയാണ്, കർത്താവെ, കണ്ണിൻ്റെ കൃഷ്ണമണി എസ്കേപ്പ് ആകാൻ നോക്കിയ, രക്ഷപ്പെടാൻ നോക്കിയാൽ ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ കവറിങ് ഉണ്ടല്ലോ. അതുപോലെ എൻ്റെ കഴിവിനകത്തല്ല, എൻ്റെ പ്രാപ്തിക്കകത്തല്ല, നിന്റെ സംരക്ഷണത്തിനകത്ത് എന്നെ മറയ്ക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ മറയ്ക്കണമേ. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കൾ എന്നെ പിടിക്കാതെ വണ്ണം അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ എന്നെ മറച്ചുകൊള്ളണമേ. പക്ഷേ ചിറകിൻ്റെ മറവിൽ മറയപ്പെടുന്നതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. അപ്പോൾ ചിറകിൻ്റെ കീഴിൽ ആരെ മാത്രമേ ചേർക്കാൻ കഴിയത്തുള്ളൂ? ഒരു തള്ളക്കോഴിക്ക് കോഴി കുഞ്ഞുങ്ങളെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ചേർക്കാൻ കഴിയത്തുള്ളൂ. ഒരു 2 മാസം കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ കഴിയുമോ? ഇല്ല. കോഴിക്കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ സൂക്ഷിക്കാൻ കഴിയുമോ? ഇല്ല. ഞാനിങ്ങനെ പറയട്ടെ, ഒരു സ്പിരിച്വൽ ഇൻഫന്റിനെ മാത്രമേ ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്ത്യാനിറ്റിയുടെ പ്രിലിമിനറി സ്റ്റേജിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നറിയാമോ? തൂവലുകൾ കൊണ്ടും ചിറകുകൾ കൊണ്ടോ മറയപ്പെടാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാല ഈ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ഒരു കൂട്ടരെ ചിറകുകൾ കൊണ്ട് മറയ്ക്കാൻ കഴിയുക. പക്ഷെ ചിറകുകളുടെ മറവിനകത്ത് ഒതുങ്ങാത്ത സ്പിരിച്വൽ വാർഫെയറിന്റെ അത്യുച്ച സ്ഥലങ്ങളിൽ നിൽക്കുന്ന അനേകർ ഇതിനകത്തുണ്ടെന്ന് ഞാൻ തിരിച്ചറിയാം. അപ്പൊ തൂവലുകൾ കൊണ്ട് തള്ളക്കോഴിക്ക് കുഞ്ഞുങ്ങളെ മാത്രമേ പൊതിയാൻ പറ്റത്തുള്ളൂ. അതിനൊരു പരിധിയുണ്ട്, അതിനൊരു പരിമിതിയുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ക്രിസ്തീയതയിലേക്ക് നീ കടന്നു വരുമ്പോൾ, രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ, ദൈവത്തെ കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ, അന്നേരമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? തൂവലുകൾക്കകത്ത് മറയാൻ കഴിയുക, ചിറകുകൾക്കകത്ത് മറയാൻ കഴിയുക. പക്ഷേ ക്രിസ്തുവെന്ന പരിജ്ഞാനത്തിന്റെ സമ്പൂർണ്ണതയിൽ, ക്രിസ്തുവെന്ന പുരുഷത്വത്തിന്റെ തികവിലേക്ക് വളർന്നു വരുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ചിറകിന്റെ മറവിൽ മറയാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാല ഇതിനകത്തിരിക്കുന്ന ഏറിയ പങ്കാൾക്കാര് നിരന്തരം വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ചലിക്കുന്ന ദൈവസഭയെ എനിക്ക് നന്നായി അറിയാം. ചിറകിന്റെ മറവിൽ മറയത്തക്കവണ്ണം കൊച്ചു കുഞ്ഞുങ്ങളല്ല നിങ്ങൾ. നിങ്ങൾ ക്രിസ്തുവെന്ന പരിജ്ഞാനത്തിന്റെ സമ്പൂർണ്ണതയുടെ തികവിലേക്ക് വളർന്നു വരുന്ന ദൈവമക്കളാണ്. അപ്പോൾ എങ്ങനെ മറയ്ക്കപ്പെടുവാൻ കഴിയുക? എങ്ങനെ മറയ്ക്കപ്പെടാൻ കഴിയുക? അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം
അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രാമിന് ദർശനത്തിൽ ഇറങ്ങി വന്ന് ദൈവം അരുളി ചെയ്തിട്ട് പറഞ്ഞു, അബ്രാം, എൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കാമെന്നല്ല, എൻ്റെ ചിറകുകൾ കൊണ്ട് നിന്നെ മറയ്ക്കാമെന്നല്ല. ആമേൻ. അബ്രാമിന് ഇപ്പോൾ രണ്ട് ശത്രുക്കളാണ്. ഒന്ന്, സൊദോം രാജാവിന് നേരെ യുദ്ധം ചെയ്യാൻ വന്ന കെദാർലയീമിന്റെ ആമേൻ എതിർ ശത്രുക്കളായിരിക്കുന്ന 5 രാജാക്കന്മാർ. 2, ആമേൻ, അവരെ കയറി ആക്രമിച്ചത് മുഖാന്തരം അവർ ശത്രുക്കളായി. 2, സൊദോം രാജാവും ഇപ്പോൾ ശത്രുവായി. എന്താ കാരണമെന്നറിയാമോ? താൻ പടയാളികളെ ചോദിച്ചിട്ട് കൊടുത്തില്ല. ആകയാൽ അബ്രാമിന്റെ അന്തരംഗത്തിൽ ഒരു ഭയം തട്ടി. ഒരുപക്ഷെ സൊദോം രാജാവ് വന്ന് തൻ്റെ കൂടെയുള്ള 318 ആമേൻ അഭ്യാസികളെ, തൻ്റെ കൂടെയുള്ളവരെ അവൻ പിടിച്ചുകൊണ്ട് പോയേക്കാം. ആമേൻ. ഭയം തട്ടിയ രാത്രിയിൽ അബ്രഹാം ആശങ്കയിൽ കിടക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് ഉൽപ്പത്തി 15:1 അബ്രാമിന്റെ അടുക്കൽ പറഞ്ഞു, അബ്രാം, തൂവലുകൾ കൊണ്ടല്ല ഞാൻ നിന്നെ മറയ്ക്കാൻ പോകുന്നത്, ചിറകുകൾ കൊണ്ടല്ല ഞാൻ നിന്നെ മറയ്ക്കാൻ പോകുന്നത്. നീ ഭയപ്പെടരുത്. തൂവലുകളുടെ മറവിനപ്പുറം, ചിറകിന്റെ മറവിനപ്പുറം യുദ്ധമുന്നണിയിൽ പിടിച്ചു നിർത്തുന്ന ആമേൻ, നീ ഇന്നലകളിൽ യുദ്ധത്തിന് പോയപ്പോൾ താമ്രം കൊണ്ട് പണിതെടുത്ത പരിചകളെ നീ കണ്ടില്ലേ? ഞാൻ നിന്റെ പരിചയാണ്, ഞാൻ നിന്റെ പരിചയാണ്. ഇന്ന് പകൽ തൂവലുകൾ കൊണ്ട് നീ മറയപ്പെടുന്നതിനപ്പുറം പരിച കൊണ്ട് മറയ്ക്കുന്ന ഒരു ദൈവം, ഹോളി സ്പിരിറ്റ്. ആമേൻ. തൂവല് കൊണ്ട് നമ്മളെ മറച്ചു പിടിച്ചെന്നിരിക്കട്ടെ, പക്ഷെ ഒരു കാറ്റടിക്കുമ്പോൾ തൂവലുകൾ മാറും. ആമേൻ. അതിനകത്തൂടെ നമ്മൾ അകത്തിരിക്കുന്നത് ഒരുപക്ഷെ എന്ത് ചെയ്യാൻ കഴിയുക? കാണാൻ കഴിയുക. കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്കിനി ഒരു തൂവലല്ല, ഞാൻ നിനക്കൊരു പരിചയമാണ്. ഇന്ന് പകൽക്കാല ആമേൻ, നിനക്കൊരു തൂവലിന്റെ സംരക്ഷണമല്ല, നിനക്കൊരു പരിചയയുടെ സംരക്ഷണമായി. അതുകൊണ്ടാണ് 3-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അപ്പ, എനിക്ക് തൂവലിന്റെ സംരക്ഷണം പോരാ. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അതുകൊണ്ട് 3-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് കേവലം തൂവല് പോരാ, എനിക്ക് കേവലം ചിറക് പോരാ, പകരം എനിക്ക് ചുറ്റും പരിചയായി, എനിക്ക് ചുറ്റും പരിചയായി. ഇന്ന് പകൽക്കാല ശത്രുമണ്ഡലങ്ങൾ നിന്റെ നേരെ യുദ്ധത്തിന്റെ ആരവം ഉയർത്തുമ്പോൾ ഇന്ന് പകൽ അത്യുന്നതന്റെ ഒരു മറവ്, അത് പരിചയുടെ മറവാണ്. അത് ഏത് ശത്രുവിന്റെ തീയമ്പുകളെയും തടുക്കുവാൻ ശക്തിയുള്ള, അത് ശത്രുവിന്റെ ഏത് വാൾഭയത്തിനെയോ തടുക്കുവാൻ കഴിയുന്നതായ a protecting hiding place. ലാസ്മലിയ പ്രവർത്താനിയ, ലാസ്മലിയ കഠോര ബസ്യാധാരിയ. ആഭിചാരമോ മന്ത്രവാദമോ മാനുഷിക പദ്ധതികളോ ഏതുമാകട്ടെ, ഇന്ന് പകൽക്കാലം നിനക്കെതിരെ യുദ്ധത്തിന്റെ പടവാൾ ഉയർത്തി ചീറിക്കയറി വരുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു പരിചയുടെ മറവ് പിടിക്കുന്നു. ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞാണ്, and the Lord is my shield. Abbas Belia Apramo, and he is the buckler and shield. Rasana Mahamduria Rabali Area Plosa Mahadiona Ritania Prabasperia Hatuna Mahasiara. നിന്നെ തൂവലുകൾ കൊണ്ട് മറയ്ക്കാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ കാലത്തിൽ അവൻ തൂവലല്ല, താമ്രം കൊണ്ട് അടിച്ചെടുത്ത വമ്പൻ പരിച പോലെ അവൻ പരിച പിടിക്കുക. അവൻ അതും ഭക്തൻ പറയുകയാണ്, കർത്താവേ, എനിക്ക് എവിടെ നിന്ന് ആക്രമണം വരുന്നതെന്നറിയത്തില്ല, മുമ്പിലാണോ പിറകിലാണോ ഇടത്താണോ വലത്താണോ, അമേ നീ എനിക്ക് ചുറ്റും പരിച പിടിക്കണോ, എനിക്ക് ചുറ്റും പരിച പിടിക്കണോ. ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് നീ ഇറങ്ങി പോകുമ്പോൾ ആമേ ദൈവത്തിന്റെ പരിച കൊണ്ട് മറയപ്പെട്ടവനായി ഈ ആരാധന വിട്ട് നീ ഇറങ്ങി പോകുമെന്ന് വിശ്വസിക്കുന്നവർ, മനുഷ്യന്റെ വാക്കുകളാകട്ടെ, മനുഷ്യന്റെ ആ മന്ത്രവാദങ്ങളാകട്ടെ, ആമേ അന്ധകാര ശക്തികളുമായി കൈകോർത്ത് നിനക്കെതിരെ അയച്ചുവിടുന്ന ദുരാത്മാവിന്റെ ആയുധങ്ങളാകട്ടെ, അത് നിന്നെ തൊടാതെ വേണ്ട ഒരു പരിചയുടെ മറവ്. അവൻ പരിച കൊണ്ട് എന്നെ മറയ്ക്കും,
അവൻ പരിച കൊണ്ടെന്നെ മറയ്ക്കുക. ഇന്ന് പകൽക്കാലം നിനക്കെതിരെ ശത്രു ഉയർത്തുന്ന വെല്ലുവിളികളെ നോക്കി പറ, ഞാൻ പരിചയുടെ പുറകില്, എന്നെ സംരക്ഷിക്കുന്ന ഒരു പരിചയുണ്ട്. ആമേൻ. Hidden behind the shield of God. ദൈവത്തിന്റെ പരിചയുടെ പുറകിൽ ഞാൻ സംരക്ഷിതനാണ്. ദൈവത്തിന്റെ പരിചയുടെ പിൻപിൽ ഞാൻ സുരക്ഷിതനാണ്. യുദ്ധങ്ങളെ നോക്കി വിളിച്ചു പറ, ആ തീയമ്പുകളെ നോക്കി വിളിച്ചു പറ, ഞാൻ ദൈവത്തിന്റെ പരിചയുടെ പിൻപിൽ സുരക്ഷിതനാണ്. The secret place of the Most High. ദൈവ അത്യുന്നതന്റെ രഹസ്യ സ്ഥലങ്ങളിൽ മറഞ്ഞിരിക്കുക. ആമേൻ. എന്താണ് അത്യുന്നതന്റെ രഹസ്യ സ്ഥലം? ആമേൻ. അത്യുന്നതന്റെ രഹസ്യ സ്ഥലം എന്ന് പറയുന്നതിനകത്ത് ചില സൂപ്പർ നാച്ചുറൽ പ്രിസർവിങ്ങുകൾ, ചില സൂപ്പർ നാച്ചുറൽ ആമേൻ കരുതലുകളെ നമുക്ക് കാണുവാൻ കഴിയുക. ആമേൻ. ദൈവം ഏലിയാവിനെ മറച്ചു കേട്ടോ. ദൈവം ഏലിയാവിനെ മറച്ചു. പക്ഷേ ദൈവം ഏലിയാവിനെ മറയ്ക്കുന്നതിന് മുമ്പിൽ ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആമേൻ. 91 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിച്ചോ, അത്യുന്നതന്റെ രഹസ്യ സ്ഥലം. അത്യുന്നതന്റെ രഹസ്യ സ്ഥലം. ഏതാണ് ഈ അത്യുന്നതന്റെ രഹസ്യ സ്ഥലം? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തെങ്കിൽ 17-ാം അധ്യായത്തെങ്കിലേക്ക് കടന്നു വരുമ്പോൾ ആഹാബിന്റെ കൊട്ടാരത്തിൽ നിൽക്കുന്ന ഏലിയാവിന്റെ അടുക്കൽ സ്വർഗം പറയുകയാണ്. ആഹാബിന്റെ കൊട്ടാരത്തിൽ ദൂതിനനന്തരം ഏലിയാവിന്റെ അടുക്കൽ ദൈവം പറയുകയാണ്, 1 രാജാക്കന്മാർ 17:3, നീ ഇവിടെ നിന്ന് പുറപ്പെടണം. നീ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ സീക്രട്ട് പ്ലേസ് എവിടെയാണെന്നറിയാമോ? കെരീത്ത് തോട്ടിനരികെയാണ്. എന്തുകൊണ്ടാണ് ദൈവം കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാൻ കഴിഞ്ഞതെന്നറിയാമോ? അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷനിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ അതിൻ്റെ ആഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, കെരീത്ത് തോടിൻ്റെ സാധാരണമായ ഒരു തോടിൻ്റെ സമീപത്ത് എന്തുണ്ടായിരിക്കുക? ചെറുതായിട്ടുള്ള പുൽപ്പുറങ്ങളോ ആമേൻ ഇതൊക്കെ ഉണ്ടായിരിക്കുക. പക്ഷേ കെരീത്ത് തോടിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അത് വലിയ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ ഒഴുകി വരുന്നതായ ഒരു തോടാണ്. ഉരുളൻ കല്ലുകളാണ്, അതിൻ്റെ ചുറ്റിനും ഉരുളൻ കല്ലുകളാണ്. ആകയാൽ ഒരിക്കലും ആടുകളെയും മൃഗങ്ങളെയും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇവിടേക്ക് മേയിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു മനുഷ്യനും കടന്നു വരാത്ത, ആമേൻ, സാധാരണമായ മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് ഏത്? കെരീത്തിന്റെ തോട്ട്. ആമേൻ. ഏലിയാവിന്റെ അടുക്കൽ പറയുകയാണ്, നീ കെരീത്ത് തോട്ടിലേക്ക് പോയിക്കോണ, ആ കെരീത്ത് തോട്ടിൽ നീ പോയി ഒളിച്ചിരിക്കണമെന്ന്. ആമേൻ. അടുത്ത ക്വസ്റ്റ്യൻ ദൈവത്തിന് മുൻപാകെ ചോദിക്കപ്പെടുകയാണ്. കർത്താവേ, കെരീത്ത് തോട്ടിൽ ഒരു മനുഷ്യനും കടന്നു വരത്തില്ല. ആമേൻ. ഒരാടിനെ കൊണ്ട് ആരും വരത്തില്ല. ഒരു മനുഷ്യനും കടന്നു വരാത്ത തോടാണ് ഏത്? കെരീത്ത് തോട്. ഈ കെരീത്ത് തോട്ടിൽ പോയിരുന്ന എനിക്ക് വെള്ളം കിട്ടും, സത്യമാണ്. പക്ഷേ ആഹാരം എവിടെ കിട്ടാ? കർത്താവേ, ആ തോട്ടിൽ നിന്ന് മീനുകൾ ഒഴുകി വരത്തില്ല. ആ തോട്ടിലേക്ക് മനുഷ്യരാരും കടന്നു വരത്തില്ല. അവിടേക്ക് ആടുകളൊന്നും സഞ്ചരിച്ച് ഇതുവരെ ഇടയന്മാർ ചെന്നിട്ടില്ലാത്തത് കൊണ്ട് there is no roadway there, there is no seaway traffic there. പിന്നെ ഞാൻ എങ്ങനെ അവിടെ വല്ലതും കഴിക്കുമെന്ന്? ആമേൻ. കർത്താവ് അതിന് മറുപടി പറഞ്ഞു, എടാ, ഞാൻ നിനക്ക് നൽകിയ കെരീത്ത് തോട്ടിനകത്ത് നീ ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ അവിടേക്കൊരു മനുഷ്യനും വരാനുള്ള ഒരു റോഡ് ട്രാഫിക് അവിടെ ഇല്ല. ഒരു മനുഷ്യനും വന്നെത്താൻ കഴിയത്തില്ല അവിടേക്ക്. ആമേൻ. ആ കെരീത്ത് തോട്ടിൽ കൂടെ ഒരു വള്ളവും ഒഴുകി വരത്തില്ല. നീ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആ കെരീത്ത് തോട്ടിലേക്ക് വരാൻ ഒരു സഹായത്തിന്റെ കരവ് നിനക്ക് കാണത്തില്ല. കാരണം അത് ജോഗ്രഫിക്കലി റോഡ്വേസും സീവേസും അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നീ അധൈര്യപ്പെടരുത്. ജോഗ്രഫിക്കലി അതിന്റെ റോഡ്വേയും സീവേയും അടഞ്ഞു കിടക്കുമ്പോൾ ഞാൻ എയർവേയിൽ കൂടെ നിനക്ക് വേണ്ടിയ നന്മയെ ഞാൻ അവിടെ എയർ ഡ്രോപ്പ് ചെയ്യും ഏലിയാവേ. ഞാൻ എയർ ഡ്രോപ്പ് ചെയ്യും ഏലിയാവേ. ഹോലി. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ സീക്രട്ട് പ്ലേസിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവിടെ ഒരു ഹ്യൂമൻ ഹെൽപ്പും നിനക്ക് ലഭിക്കുകയില്ല. ഇന്ന് പകൽക്കാല എല്ലാ വഴിയും അടഞ്ഞ് നീ എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരിടത്ത് ഒതുങ്ങിയിരിക്കുമ്പോൾ നിന്നെ സഹായിപ്പാൻ ഒരു മനുഷ്യനും ഇല്ലെന്ന് നിനക്ക് ഉറപ്പാണോ? യു ആർ ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ഗോഡ്. മനുഷ്യൻ വരാൻ സാധ്യതയുള്ള കെരീത്തല്ല ദൈവത്തിന്റെ, മനുഷ്യൻ വരാൻ സാധ്യതയുള്ള തോടല്ല ദൈവത്തിന്റെ സീക്രട്ട് പ്ലേസ്. ഒരു പോസിബിലിറ്റിയും ഇല്ലാത്ത, ഒരു പ്രോബബിലിറ്റിയും ഇല്ലാത്ത, ഒരു എക്സ്പോഷറും ഇല്ലാത്ത, ഒരു മനുഷ്യനും വരാത്ത, ഒരു നായും ആടും വരാത്തതായ കെരീത്തിനകത്താണ് ദൈവം ഏലിയാവിനെ കൊണ്ട് ഒളിപ്പിച്ചത്. ഇന്ന് പകൽക്കാല മാനുഷിക ബുദ്ധിയിൽ ഒരു തുരുമ്പ് പോലെ സാധ്യതയില്ല
ഇല്ലാത്ത ഒരിടത്ത് ദൈവം നിന്നെ ഒളിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ വിളിച്ചു പറയണം, this is the secret place of the Most High. അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്തിൽ റോഡ് വഴി നന്മ വരത്തില്ല. അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് നദിയിൽ കൂടെ നന്മ വരത്തില്ല. അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് ഉയരത്തിൽ കൂടെ മാത്രമേ നന്മ വരികയുള്ളൂ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ജീസസ്, ആമേൻ. ഒന്ന് ഞാൻ പറയാം, ആടുകളെ മേയ്ക്കാൻ വരുന്ന ഒരു തോട്ടിൻ്റെ കരയിൽ എന്താ ദൈവമേ ഏലിയാവിനെ കൊണ്ടിരുത്താത്തത്? ഏലിയാവിൻ്റെ ദൈവം പറയും, എടാ അവിടെ വന്ന് ആടിനെ വെള്ളം കുടിപ്പിക്കുന്ന ഇടയന്മാരാരെങ്കിലും പോയി പറയത്തില്ലേ അവിടെ ഒരുത്തൻ ഒരു പണിയില്ലാതെ കുത്തിയിരിക്കുകയാണെന്ന്? അവൻ്റെ സംരക്ഷണം പൂർണ്ണമാകണമെങ്കിൽ, അവൻ്റെ സുരക്ഷിതത്വം പൂർണ്ണമാകണമെങ്കിൽ എല്ലാ മാനുഷിക വഴികളെയും എനിക്ക് അടച്ചാലേ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാല സകല മാനുഷിക വഴികളും നിന്റെ മുൻപാകെ അടച്ചു കെട്ടുമ്പോൾ ദൈവം നിന്നോട് ക്രൂരനല്ല, പകരം he is preserving you for a better purpose. കെരീത്തിന്റെ തോട്ടിൽ ഏലിയാവിനെ കൊണ്ടിരുത്തിയത് ക്രൂരവാ, മനുഷ്യപ്പറ്റില്ലാത്ത പണിയാ. പക്ഷെ തമ്പുരാൻ പറയും, ഞാൻ അവനെ കൊണ്ട് കണ്ട ഒരു സ്വപ്നമുണ്ട്. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ 450 പ്രവാചകന്മാരുടെ മുൻപാകെ നിന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു പ്രവാചകനെ ഞാൻ അവനിൽ കണ്ടിട്ടുണ്ട്. ആ ദിവസം വരെ അവൻ സൂക്ഷിക്കപ്പെടണമെങ്കിൽ എൻ്റെ മുമ്പിൽ ഇത് മാത്രമേ ഓപ്ഷനുള്ളൂ. ഇന്ന് പകൽക്കാലം നീ കടത്തപ്പെടുന്ന ചില സീക്രട്ട് പ്ലേസസിനകത്ത് ദൈവത്തിൻ്റെ കമ്പാഷനും മേഴ്സിയും ഒന്നും നിനക്ക് കാണാൻ പറ്റിയില്ലെന്ന് വരാം. കാരണം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം ജീസസ്, 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 ജീസസ്. ഞാൻ അതിൻ്റെ അടുത്ത ഭാഗങ്ങളെ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പോകാം. ഏലിയാവിനെ ദൈവം പോറ്റി പുലർത്തുന്നത് ആദ്യം പറഞ്ഞു, നീ കെരീത്ത് തോട്ടിൽ പോയി വെറുതെ ഇരുന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടുന്നതെല്ലാം തന്നുകൊണ്ടേയിരിക്കാം. അത് വിശ്വാസത്തിൻ്റെ ആദ്യ സ്റ്റെപ്പാണ്. പക്ഷെ അടുത്തത് ദൈവം പറഞ്ഞു, നീ സീദോനോട് ചേർന്ന സരപ്തയിലേക്ക് ചെല്ലണോ, അവിടെ മരണം കൊടികുത്തി വാഴുന്ന ഒരു വീടിനെ ഞാൻ കാണിച്ചു തരാം. ആമേൻ. അവിടെ നീ ചെല്ലുമ്പോൾ ഒരു വിധവയെ കാണും, കയ്യിലെടുക്കാൻ പ്രായമുള്ള ഒരു കുഞ്ഞെ ഉള്ളവക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിയാ, യൗവനക്കാരിയാ. പക്ഷേ അവളുടെ കുടുംബത്തിലെ മരണത്തിൻ്റെ ആത്മാവ് അവളുടെ ഭർത്താവിനെ കൊണ്ടുപോയി. എന്നിട്ട് മരണത്തിന് കൊതി തീർന്നിട്ടില്ല, ഇവളെ ഇപ്പം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാ. നീ അവിടെ അതിനെ ബന്ധിക്കണോ? എന്നിട്ട് നീ അതിനകത്ത് കയറി കുറേ നാൾ താമസിക്കുമ്പോൾ മരണം അതിൻ്റെ 3ാമത്തെ അറ്റംപ്റ്റ് നടത്തുന്നതിനെ ഞാൻ കാണിക്കാം. അമ്മേൻ. അപ്പനെ കൊന്ന ദുരാത്മാവ്, അമ്മയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച ദുരാത്മാവ് ഇപ്പൊ കൊച്ചിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്നത് ഞാൻ നിന്റെ കണ്ണിന് മുമ്പിൽ കാണിച്ചു തരാം. ഏലിയാവേ, നീ ആ സരപ്തയിലിരുന്ന് മരണത്തിൻ്റെ ദുരന്ധകാരത്തെ വെട്ടിക്കളയണോ? ആമേൻ. ആ അന്ധകാര ശക്തിയെ നീ വെട്ടുമ്പോൾ ഞാൻ നിനക്കെൻ്റെ കരുതലിനെ വെളിപ്പെടുത്തി തരും. ഹോളി സ്പിരിറ്റ്, ഒളിപ്പിടത്തിൽ വെറുതെ ആഹാരം കിട്ടത്തില്ല. കാക്കയെ കൊണ്ട് ഫീഡ് ചെയ്യുന്നത് ഒരു സീസൺ മാത്രമാണ്. പക്ഷെ അതിനപ്പുറം നിനക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഇരുട്ടിന്റെ ശക്തികളെ വെട്ടിത്തുടങ്ങണോ, ദുരാത്മ തലങ്ങളെ വെട്ടിത്തുടങ്ങണോ. ഇന്നൊരു പകൽ ഞാൻ വിളിച്ചു പറയുന്നു, വെറുതെ പ്രാർത്ഥിക്കുന്നവനല്ല, ആത്മാവിൽ ആത്മമണ്ഡലത്തിൽ കയറി ദുരാത്മസേനകളെ വെട്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ഒളിപ്പിടത്തിൽ ഒരു കരുതലുണ്ട്. പക്ഷെ ആ കരുതൽ വെളിപ്പെടണമെങ്കിൽ നീ ചില ദുരാത്മ ശക്തികളെ വെട്ടണോ, നിന്റെ പ്രാർത്ഥന മുറിയിൽ ചില അന്ധകാര ആധിപത്യങ്ങളെ വെട്ടണോ, ചില ടെറിട്ടോറിയൽ സ്പിരിറ്റുകളെ നീ ബ്രേക്ക് ചെയ്യണോ. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ സാന്നിധ്യം തൊടുന്ന, കൃപ പകരപ്പെടുന്ന ദൈവജന അഗ്നിമണ്ഡലങ്ങൾക്കകത്ത് സീദോനിലെ ദുരാത്മാക്കളെ വെട്ടി അപ്പം തിന്നണോ.
സീദോനിലെ ദുരാത്മാക്കളെ വെട്ടി അപ്പം തിന്നണോ? സരപ്തയിലെ മരണശക്തികളെ വെട്ടി. ജീസസ്. ഏലിയാ സരപ്തയുടെ പടിവാതിൽക്കൽ മരണദൂതൻ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പെണ്ണിനെ നിനക്ക് കാണാം. നീ അവളെ മരണദൂതന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താൽ നിനക്കുള്ള അപ്പ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞ് ആമേൻ അവളെ വിട്ട മരണദൂതൻ അവളുടെ കുഞ്ഞിനെ കയറി പിടിക്കോ. നീ വിട്ടുകൊടുക്കരുത്, നീ അതിനെ അടിച്ചു കളയണോ. അവിടെ ഞാൻ നിന്റെ നന്മകളെ ഉറപ്പിക്കൂ. ഇരുട്ടിന്റെ അധികാരങ്ങൾക്ക് നേരെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന, ദുരാത്മ മണ്ഡലങ്ങളെ വെട്ടി പ്രാർത്ഥിക്കുന്ന, പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്തുന്ന ഒരു അഭിഷക്തനാണ് ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്നത്. നിന്റെ പ്രാർത്ഥനാ മുറി ആത്മമണ്ഡലത്തിന്റെ പോർമണ്ഡലങ്ങൾ തുറക്കുന്നതായിരിക്കട്ടെ. Enter into the spiritual warfare of God. ദൈവത്തിന്റെ ശക്തിക്കകത്ത്, അഭിഷേകത്തിന്റെ കൃപയ്ക്കകത്ത്, ആത്മമണ്ഡലത്തിന്റെ പോർതലങ്ങളിലേക്ക് അഭിഷേകത്തിൽ കയറി വാ. ഹാലബസിയ ലീബരഹസിയ പ്രമോനി ഹൽദോനിയ Primo sibili halabanidaba Rimblo seite nimasi Prekili bano tura bahazia Abro nazi birio labaheri Abramo sibi hire peri Las bariola seke reiteli Am junia ramahadenia Rabadia badonia Aberia bahadia Labania hasalodi beria Las mahania Nijile irutinde ശക്തികളെ വെട്ടുമ്പോൾ, നീ ചില മരണശക്തികളെ വെട്ടുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ തുറന്നു വരാം. ഇന്ന് പകൽ ഇതിനകത്ത് അഭിഷേകം ചിലരെ തൂണ്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ, break the power of darkness, arrest the spirits of death. ഇന്ന് പകൽ മരണാധികാരങ്ങൾ ദൈവശക്തിയിൽ വെട്ടി അറിയപ്പെടട്ടെ. സ്യൂസൈഡൽ സ്പിരിറ്റുകളുടെ മേൽ ജയം, തലമുറകളെ മരണത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്ന വല്ലാത്ത ദുരധികാരങ്ങൾ ശാസിക്കപ്പെടട്ടെ. Jesus, Jesus. Amen. The brook of the Kerit, it is the secret place of the Most High. ദൈവമേ, അത്യുന്നതനെ, നിന്റെ രഹസ്യ സങ്കേതം എവിടെ? കർത്താവ് പറയും, ഒരു മനുഷ്യനും ഒരു നായും കടന്നു വരാൻ സാധ്യതയില്ലാത്ത കെരീത്തിനകത്ത എൻ്റെ സീക്രട്ട് പ്ലേസ്. അവിടെ ചെന്ന് എങ്ങനെ ജീവിക്കും കർത്താവേ? ഞാൻ അത്യുന്നതനാ, ഉന്നതങ്ങളിൽ കൂടെ ഞാൻ വഴി തുറക്കും. ഇന്ന് പകൽ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്. പരിവരുത്ത പാറപ്പുറങ്ങളിൽ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ് കാലടി വെക്കാൻ ബന്ധപ്പെടുന്ന കെരീത്തിൻ്റെ തോടുകളിൽ നീ വന്നിരിക്കുമ്പോൾ നീ അറിയണം, ഇത് ദൈവത്തിൻ്റെ മറവാണ്. ജീസസ്. വായിച്ച ആരംഭവേദ ഭാഗത്തിലേക്ക് തന്നെ കടന്നു വരാം. ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് അവൻ മറഞ്ഞു. യേശു അവരുടെ കാഴ്ചയ്ക്ക് മറയുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഒരു മേഘം അവനെ റിസീവ് ചെയ്തു, ഒരു മേഘം അവനെ മൂടി, ഒരു മേഘം അവനെ, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അമേൻ, ഒരു മേഘം അവനെ മൂടി എന്നാണ്. എന്നാൽ ഇതര ഭാഷകളിൽ പറയുന്നത് ഒരു മേഘം അവനെ സ്വീകരിച്ചു. അമേൻ.
പക്ഷേ അതിന് മുകളിൽ ഒരു കാര്യം ഞാൻ പറയാം. യേശു ആമേൻ, മേഘമെന്ന് പറയുന്നത് ഒരു ഹെവൻലി ഒബ്ജക്റ്റാണ്. ആമേൻ, മേഘമെന്ന് പറയുന്നത് ഒരു ആകാശത്തിലെ ആമേൻ ഭൂമിയുടേതല്ല എന്ത് മേഘമെന്നുള്ളത്. എന്നാൽ യേശു മേഘത്തിലേക്ക് സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ എ ക്ലൗഡ് റിസീവ്ഡ് ഹിം. പക്ഷേ യേശു 30 വർഷങ്ങൾക്ക് മുമ്പ് 33.5 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിലേക്ക് വന്നു. പക്ഷേ ഭൂമി എന്ത് ചെയ്തില്ല? യേശുവിനെ റിസീവ് ചെയ്തില്ല. ആമേൻ, ഭൂമി റിസീവ് ചെയ്യാത്തവനെ ക്ലൗഡ് റിസീവ് ചെയ്തോ. ആമേൻ, ആമേൻ, ഭൂമിയിലെ മനുഷ്യൻ റിസീവ് ചെയ്യാത്തവനെ ക്ലൗഡ് റിസീവ് ചെയ്തോ. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായം പറഞ്ഞു, അതുകൊണ്ട് മേഘം പോലെ ഇത്ര വലിയൊരു സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, മേഘം പോലെ ആമേൻ, മലയാളത്തിൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു ഇതെന്നാണത്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മേഘം പോലെ ഇത്ര വലിയൊരു സാക്ഷികളുടെ സമൂഹം നിൽക്കുന്നത് നീ കാണുന്നില്ലേ? ഇന്ന് പകൽക്കാല ദൈവം നിന്നെ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി ചില വേൾഡ്ലി റിജക്ഷൻസ്, ഹ്യൂമൻ റിജക്ഷൻസ്. ആമേൻ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1:9 എഴുതിയിരിക്കുകയാണ്, and the cloud received him. പക്ഷേ അതിന് മുകളിലുള്ള സുവിശേഷം എഴുതുകയാണ്, but the world rejected him. ഇന്ന് പകൽക്കാല ആമേൻ, വേൾഡ്ലി ഹ്യൂമൻ റിജക്ഷനുകളുടെ നടുവിൽ നീ വിളിച്ചു പറഞ്ഞാട്ട്, there is a cloud to receive me. ആമേൻ, ലോകം നിന്നെ തിരസ്കരിക്കുമ്പോൾ എന്നെ സ്വീകരിക്കുന്ന ഒരു മേഘം എനിക്കുണ്ട്. ജീസസ് ലോകം തിരസ്കരിക്കുമ്പോൾ മേഘം സ്വീകരിക്കുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1:9, and a cloud received him. ആമേൻ, and a cloud received him. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? there is a cloud to receive me. എന്നെ സ്വീകരിപ്പാൻ സ്വർഗത്തിൽ ഒരു മേഘമുണ്ട്. ഒരു മേഘം അവനെ മൂടിയിട്ട്, ഒരു മേഘം അവനെ മൂടിയിട്ട് അവനെ ആമേൻ, ഒരു മേഘം അവനെ റിസീവ് ചെയ്തു. ആമേൻ. ഏലിയാവ് പറയുകയാണ്, എന്നെ ചുഴലിക്കാറ്റിൽ ഉയർത്തിക്കൊണ്ടുപോയി. യേശു പറയുകയാണ്, ഒരു മേഘം എന്നെ റിസീവ് ചെയ്തു. ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. യേശുവിനെ ഹൈഡ് ചെയ്തത് എന്താണെന്നറിയാമോ? യേശുവിനെ ഹൈഡ് ചെയ്തത് എ ക്ലൗഡ് ഹൈഡ് ഹിം. ഒരു മേഘം അവനെ മറച്ചു. ആമേൻ. എന്താണ് മേഘം മറയ്ക്കുക എന്ന് പറഞ്ഞാൽ? മേഘം ഇതിനു മുമ്പ് മറച്ച ഒരു സാഹചര്യമുണ്ട്. എപ്പോഴാണ് മേഘം മറയ്ക്കുന്നത്? മേഘം അവനെ മറച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ സ്പിരിച്വൽ മിസ്റ്ററി, ഒരു റെവലേഷൻ അതിനകത്ത് കിടപ്പുണ്ട്. ഇതിനു മുന്നമേ ദൈവം ഇസ്രായേലിനെ മേഘം കൊണ്ട് മറച്ചു. എപ്പോഴാണ് മേഘം കൊണ്ട് മറച്ചതെന്നറിയാമോ? ഇസ്രായേൽ 400 സംവത്സരത്തെ സ്തോത്ര ആമേൻ മിസ്രൈമ്യ അടിമ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. മിസ്രൈമ്യ അടിമ പ്രവാസത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ആമേൻ ഇസ്രായേൽ ജനത ചെങ്കടലിന്റെ തീരത്ത് എത്തുമ്പോൾ അവരുടെ പിറകിൽ ആമേൻ കുതിര കുളമ്പടികളും രഥചക്രങ്ങളുടെ ശബ്ദവും കേട്ടോ. പാറിപ്പറക്കുന്ന പൊടിമണ്ണിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ, ഉയർന്നു കേൾക്കുന്നതായ രഥചക്രങ്ങളുടെ കുളമ്പടി ശബ്ദങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ രഥചക്രങ്ങളിൽ നിന്ന് ഉയർന്ന ഭൂമിയിലെ പൊടിപടലങ്ങൾ ആകാശത്തോളം പറന്നു പൊങ്ങുന്നതിനെ കണ്ട ഇസ്രായേൽ ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. അടുത്തത് മേഘസ്തംഭവോ അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിന്നിൽ വന്ന് നിന്നു. ആമേൻ. അടുത്ത ഭാഗം രാത്രി മുഴുവൻ മിസ്രൈമ്യരുടെ സൈന്യമോ ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വേണോ അത് അവയുടെ മധ്യേ വന്ന് നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ആമേൻ. ഞാൻ അതിനകത്ത് 19-ാം വാക്യത്തിന്റെ ആമേൻ 19-ാം വാക്യത്തിന്റെ അവസാനം ഒന്നുകൂടെ പറയട്ടെ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, and the pillar of the cloud went from before their face and stood behind them. അതുവരെ അവർ കണ്ടിരുന്നത് ദൈവത്തിന്റെ മറവിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ട് അതിന്റെ ആഴത്തിലേക്ക് കയറാം. ആമേൻ. and the pillar of the cloud went from before their face and stood behind them. ആമേൻ. അപ്പോൾ ചെങ്കടലിന്റെ തീരം വരെ അവരെന്തോ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആമേൻ, ആ പില്ലർ ക്ലൗഡിനെ അവർ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ബിഫോർ ദ ഫേസ്. പക്ഷേ പെട്ടെന്ന് അവരുടെ ആമേൻ പുറകിൽ ശത്രുവിന്റെ ആരവം കേൾക്കുന്നു, പുറകിൽ ഭയങ്കര ബഹളം കേൾക്കുന്നു. അപ്പം താണ്ട മുമ്പിൽ നിന്ന മേഘം
അപ്രത്യക്ഷമായി. അല്ലേലും സമയം വന്നപ്പം ആമേൻ ക്ലൗഡ് എന്തോ ചെയ്തോ, അപ്രത്യക്ഷമായി. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ ആകമാനം കത്തിക്കയറുമ്പോൾ യു കനോട്ട് സീ ദ പില്ലർ ക്ലൗഡ് ബിഫോർ യുവർ ഫേസ്. ആമേ ജീവിതത്തിൽ ചോദിക്കത്തില്ലേ, എന്താ കർത്താവേ അങ്ങ് കാണാൻ പറ്റാഞ്ഞേ, എന്താ കർത്താവേ എൻ്റെ മുമ്പിൽ കാണാഞ്ഞേ, നീ ഇത് കാണുന്നില്ലേ കർത്താവേ? കർത്താവ് പറയാ, ഇപ്പം നിന്നെ ധൈര്യപ്പെടുത്തി നിന്റെ മുമ്പിൽ നിന്ന കാര്യം നടക്കത്തില്ല. നിന്നെ ധൈര്യപ്പെടുത്തുന്നതിനെക്കാട്ടിലോ നിന്നെ ഹൈഡ് ചെയ്യേണ്ടതിന് ഞാൻ പുറകിൽ നിൽക്കുകയാണ്. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാ, ഞാൻ കാണുന്ന ദൈവ സാന്നിധ്യത്തെ കാട്ടിലോ, ഞാൻ തൊട്ടറിയുന്ന ദൈവ സാന്നിധ്യത്തെ കാട്ടിലോ ഇന്റൻസീവായി നിൽക്കുന്നത് ഞാൻ അറിയാത്ത ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ജീസസ്. ചില സമയങ്ങളിൽ നമുക്ക് ദൈവ സാന്നിധ്യത്തെ കാണാൻ കഴിയും. ചില സമയങ്ങളിൽ ദൈവ സാന്നിധ്യം ഒത്തിരി ടാഞ്ചിബിൾ ആയിരിക്കും, ഇന്ദ്രിയഗോചരമായിരിക്കും, ആരാധനയിൽ, അഭിഷേകത്തിൽ, നിറവുകളിലൊക്കെ. പക്ഷേ ആമേൻ ഇന്ന് പകൽക്കാലവും അഭിഷേകത്തിന് ഇവിടെ ആരാധിക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യ, തൊട്ടറിയുന്ന ദൈവ സാന്നിധ്യം, the presence was tangible. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിൻ്റെ ചില പ്രതികൂലങ്ങളിൽ ഈ ആരാധിക്കുമ്പോഴുള്ള സാന്നിധ്യം, ഈ പ്രസംഗം കേൾക്കുമ്പോഴുള്ള സാന്നിധ്യം ഒന്നും കാണത്തില്ല. ആമേൻ അപ്പോൾ നിന്റെ ഉള്ളം ചോദിക്കും, അയ്യോ ദൈവമേ എന്നെ കൈവിട്ടോ, അയ്യോ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ പോയി സാന്നിധ്യം അനുഭവിക്കാമായിരുന്നോ. അല്ലല്ല, സ്വർഗം ഉയരത്തിൽ ഇരുന്ന് ചിരിച്ചിട്ട് പറയാ, എടാ അതിനെക്കാട്ടിലും ഇന്റൻസീവ് പ്രസൻസ് ആമേൻ ബിഹൈൻഡ് യു. ഞാൻ നിന്റെ പുറകിൽ. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ഞാൻ അറിയുന്നതിനെക്കാട്ടിലും വലുതാണ് ഞാൻ അറിയാത്ത ദൈവത്തിന്റെ സാന്നിധ്യം. ജീസസ്. ഇസ്രായേലിനെ മേഘം മൂടി. പുറകിൽ വരുന്നവൻ ഇപ്പോൾ എന്താ കാണുന്നതെന്നറിയാമോ? മേഘമാണ്. ആമേൻ. the one side, ആ പില്ലറിൻ്റെ ഒരു സൈഡ്, ആ മേഘത്തിൻ്റെ ഒരു സൈഡ് മേഘമാണെങ്കിൽ ആ മേഘത്തിൻ്റെ അതർ സൈഡ് എന്താണെന്നറിയാമോ? രാത്രിയെ പ്രകാശമാക്കി കൊടുത്തോ. ആമേൻ. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞോ യേശു മേഘത്തിൽ എടുക്കപ്പെട്ടുവെന്ന്. പക്ഷെ ദൂതന്മാർ പറഞ്ഞോ അവനൊരു വെളിച്ചത്തിൽ കയറി വരുന്നതിനെ ഞാൻ കണ്ടു. മനുഷ്യൻ പറഞ്ഞു അവനൊരു മേഘത്തിലായെന്ന്. പക്ഷെ ദൂതന്മാർ പറഞ്ഞു ദേ അവൻ വെളിച്ചം ധരിച്ചുകൊണ്ട് കയറി വരുന്നുണ്ട്. ലോകത്തിന് നിന്നെ മൂടിയ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മേഘമാണെങ്കിൽ അത് നിനക്കൊരു വെളിച്ചമായിരിക്കും. ഹോലി ഗോസ്റ്റ്. അപ്പോ യേശു കർത്താവ് മേഘത്തിൽ മറയപ്പെടുകയാണ്. മേഘത്തിൽ മറയപ്പെടുന്ന യേശു കർത്താവ് ഒരു രഹസ്യത്തെ അവിടെ പറയുകയാണ്. എപ്പോഴാണ് നിങ്ങളെ മേഘം മറയ്ക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടത്? നിങ്ങൾ അടിമദേശത്തു നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോഴാണ് ഒരു മേഘത്തിൻ്റെ സെപ്പറേഷൻ കണ്ടത്. അങ്ങനെയെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ലോകം നമുക്കും ഈജിപ്റ്റാണ്. നമുക്കൊരു വാഗ്ദത്ത ദേശം അപ്പുറത്തുണ്ട്. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവിടേക്ക് നമ്മൾ ഒരു മേഘത്തിന്റെ മറവിൽ മറഞ്ഞു പോവുകയാണ്. യേശു അവരുടെ അകത്ത്, അവരുടെ ഉൾത്തടത്തിൽ ഒരു സീഡ് ഓഫ് ഹോപ്പ്, ഒരു പ്രത്യാശയുടെ വിത്ത് പാകുകയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് പോകുമ്പോൾ ഒരു മേഘം അവരുടെ പിതാക്കന്മാരെ സെപ്പറേറ്റ് ചെയ്തെങ്കിൽ, ഇതാ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന യേശുവിനെ ഒരു മേഘം സെപ്പറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു കൺഫർമേഷൻ അതിനകത്തുണ്ട്. ഭൂമി ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് പോകുന്നവനെ മേഘം മറയ്ക്കാൻ തുടങ്ങിയാൽ ഈജിപ്തിന് പിന്നവനെ ജയിക്കാൻ കഴിയാത്തതുപോലെ സ്വർഗീയ പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരുത്തനെ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരുത്തനെ പിന്നെ ലോകത്തിന് ജയിപ്പാൻ കഴിയുകയില്ല. ലോകത്തിന് ജയിപ്പാൻ കഴിയത്തില്ല. Victory in the name of Jesus. വായി തുറന്ന് അധരം തുറന്ന് വിളിച്ചു പറഞ്ഞാട്ട്, Victory in the name of Jesus. 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 മേഘത്തിന്റെ മറവിന്റെ പ്രത്യേകത പുറപ്പാട് 14:19. Amen. If you are hidden in the cloud, എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആമേൻ. നിന്റെ രാത്രി
ആമേൻ. 20 വാക്യം. ആമേൻ. നിന്റെ രാത്രി പ്രകാശമായി മാറ്റപ്പെടും. ആമേൻ. നീ മേഘത്തിനകത്ത് മറഞ്ഞിരിക്കുക, നിന്റെ രാത്രികൾ പ്രകാശിക്കുന്നത് കാണാൻ കഴിയും. Hidden in the cloud, and let the night be the day, let the darkness be the brighter than the day. ഇന്ന് പകൽക്കാല നീ മേഘത്തിനകത്ത് മറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിശാച് നിന്റെ തലമുറയിൽ ഇരുട്ടെന്ന് വിധിച്ചതൊക്കെ, ലോകം നിന്റെ തലമുറയിൽ ഇരുട്ടെന്ന് വിധിച്ചതൊക്കെ ദൈവം പ്രകാശമാക്കി തരാൻ തുടങ്ങോ. ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ആ മേഘത്തിനകത്ത് എന്നെ ഒന്ന് മറയ്ക്കണമേ. ജീസസ്, 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 ജീസസ്. നമ്മൾ ഇതുവരെയും ദൈവത്തിൻ്റെ വ്യത്യസ്തമായ മറവുകളെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെക്കാട്ടിലും ഒക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവത്തിൻ്റെ മറവ്. ആമേൻ. 31 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 31 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിക്കും. ആമേൻ. നീ അവരെ മറയ്ക്കും. എങ്ങനെ മറയ്ക്കും? എങ്ങനെ മറയ്ക്കും? എങ്ങനെ മറയ്ക്കാം? ആമേൻ. നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നീ അവരെ മറയ്ക്കുക. നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കുക. ആമേൻ. അവിടെ പറയുകയാണ്, സീക്രട്ട് ഓഫ് ദൈ പ്രസൻസ്. അവൻ്റെ സാന്നിധ്യത്തിനകത്ത് എന്തുണ്ട്? ഒരു രഹസ്യമുണ്ട്. അവൻ്റെ സാന്നിധ്യത്തിനകത്തൊരു രഹസ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, അവൻ്റെ സാന്നിധ്യം നിനക്കൊരു മറവാണ്. അതുകൊണ്ടാണ് 27 സങ്കീർത്തനം 5 വാക്യം, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കുക. അടുത്ത ഭാഗം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? തിരുനിവാസത്തിൻ്റെ മറവിൽ, തിരുനിവാസത്തിൻ്റെ, തൻ്റെ കൂടാരത്തിൽ, തൻ്റെ നിവാസത്തിൽ അവൻ എന്നെ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സാന്നിധ്യത്തിനകത്ത് മറയപ്പെടുക. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ആമേൻ മറവ് എന്ന് പറയുന്നത്. ആമേൻ. ഇഫ് യു ആർ മൂവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഇഫ് യു ആർ ഹൈഡിങ് യുവർ സെൽഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്താണെങ്കിൽ ആമേൻ, അവന് നീ മറയപ്പെടുന്നതിനെ കാണാൻ കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, ഈ ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുകയാണ്. ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുമ്പോൾ സ്തോത്ര, ഏലിയാവ് കേട്ട ഭീഷണി എന്താണെന്നറിയാമോ? നാളെ ഈ നേരത്ത് അവരിൽ ഒരുത്തനെ പോലെ ഞാൻ നിന്നെ കൊന്നുകളയോ. ആമേൻ. ഇത് ഒരു പട്ടാളക്കാരനെ അയച്ച് ഏലിയാവിനെ കൊല്ലുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പകരം ആമേൻ, ഏലിയാവിനെ അങ്ങനെ പട്ടാളക്കാരനെ അയച്ച് കൊല്ലാനാണെങ്കിൽ ആ പറഞ്ഞു വിട്ട ദൂതന്റെ കൂടെ തന്നെ ഒരു വാളുമായി ഒരുത്തിനെ വിട്ട് ഏലിയാവിനെ വെട്ടിക്കളഞ്ഞാൽ മതിയായിരുന്നു. ആഹാബിന്റെ ഇസബേലിന്റെയോ മേശയിങ്കൽ 850 കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. അതിൽ 450 പേർ ബാലിൻ്റെതും 400 പേർ അശേരയുടേതുമായിരുന്നു. 400 അശേരയുടെ പ്രവാചകന്മാർക്ക് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത് ഇസബേലാണ്. 450 പ്രവാചകന്മാരുടെ മെയിൻ ആധിപത്യം അത് ആഹാബിനായിരുന്നു. അപ്പോൾ ഏലിയാവ് കർമ്മേലിലേക്ക് വിളിക്കുന്നത് 850 പ്രവാചകന്മാരെയാണ് വിളിക്കുന്നത്. പക്ഷെ കർമ്മേലിന്റെ കൊടുമുടിയിൽ എത്ര പ്രവാചകന്മാരെ വന്നുള്ളൂ? 450 പ്രവാചകന്മാരെ വന്നുള്ളൂ. ബാക്കി 400 പ്രവാചകന്മാരെ ഇസബേൽ എന്ത് ചെയ്യുകയായിരുന്നു? ഹൈഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല ഞാനെന്ന്. ആമേൻ. ബാലിന്റെ 450 പ്രവാചകന്മാരും കർമ്മേലിന്റെ കൊടുമുടിയിൽ കൊല്ലപ്പെട്ടു. പക്ഷേ ഇസബേലിന്റെ ആയുധപ്പുര ശൂന്യമായിട്ടില്ല. അവളുടെ കൂടെ പിന്നെയും 400 മന്ത്രവാദികൾ, ആഭിചാരകന്മാർ നിൽക്കുകയാണ്. ഇസബേല് ആ 400 മന്ത്രവാദികളെ വിളിച്ചിട്ട് ചോദിച്ചോ, ആമേൻ, നമ്മുടെ 450 പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചോ. അവർ പറഞ്ഞു, നമുക്ക് ചെയ്യാൻ കഴിയോ. ആമേൻ. നമുക്കിവിടെ നിന്ന് ദുരാത്മാക്കളെ പറഞ്ഞു വിടാ. ദുരാത്മാക്കളെ പറഞ്ഞു വിട്ട് ആ ദുരാത്മാക്കൾ ഏലിയാവിന്റെ പ്രാണനെ എടുത്തുകൊണ്ട് ഇവിടെ വരുമെന്ന്. അശേരയുടെ 400 പ്രവാചകന്മാരിരുന്ന് ആഭിചാരവും മന്ത്രവാദവും പൂജയും തുടങ്ങി നിരന്തരമായി അവർ ചെയ്യുകയാണ്. ഇതിന്റെ അറ്റാക്ക് ഏലിയാവിന്റെ മൈൻഡിനെ അടിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. എവിടെയെങ്കിലുമൊക്കെ മൈൻഡ് വല്ലാതെ അറ്റാക്ക് ചെയ്യപ്പെടുന്നെങ്കിൽ നിനക്കെതിരെ അണ്ടർഗ്രൗണ്ടിൽ, സ്പിരിറ്റ് റലത്തിൽ, ഇൻവിസിബിൾ റലത്തിൽ അന്ധകാര ശക്തികൾ കൂട്ടം കൂടുകയാണ്. ഇപ്പോൾ ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവമേ, എനിക്കൊന്ന് മരിക്കണം. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് പോലും ഏലിയാവ് മരിക്കുന്ന കാര്യം എഴുതിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്, ഐ വാണ്ട് ടു ഡൈ, എനിക്ക് മരിക്കണം. ഇത് എവിടെ നിന്നാണ് ഈ പ്രാർത്ഥനാ വാചകം വരുന്നത്? ദൈവഹിതത്തിലാണോ? ഇമോഷനകത്താണോ? അല്ല, തൻ്റെ അകത്ത് നിൽക്കുന്നതായ, തൻ്റെ ചുറ്റിന് നിൽക്കുന്നതായ ദുരാത്മാക്കൾ പറയുകയാണ്, എടാ, നിന്റെ വായിൽ നിന്നൊരു കൺസെന്റ് കിട്ടിയാലേ എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അമ്മേ, നിന്നെ ഒന്ന് തൊടണമെങ്കിൽ നിന്റെ വായിൽ നിന്ന് കൺസെന്റ് വേണം.
അതുകൊണ്ട് നീ പ്രാർത്ഥിക്ക്. ആമേൻ, നീ പ്രാർത്ഥിക്ക്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ മുറികൾ ദൈവഹിതത്തിനകത്ത് നിറയപ്പെടട്ടെ, പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങിനകത്ത് നിറയപ്പെടട്ടെ. ഇമോഷനകത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഹോളി സ്പിരിറ്റ്, ഞാനതിനെ ക്ലിയർ ആയിട്ടൊന്നും കൂടെ പറയാ. എപ്പോഴെങ്കിലും കർത്താവേ, ഈ ജോലി വേണ്ടായിരുന്നു, ഈ മുടിഞ്ഞ ജോലിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നിന്നെ ആ ജോലി സ്ഥലത്തുനിന്ന് പറഞ്ഞു വിടാൻ എന്തോ ഗൂഢപദ്ധതികൾ നടക്കുന്നുണ്ട്. ഹോലി അമേ, നിനക്കൊരു പക്ഷെ തോന്നുന്നുണ്ടായിരിക്കും, അയ്യോ ഈ നശിച്ച വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നോ. നിന്നെ ആ വീട്ടിൽ നിന്ന് ഓടിക്കാൻ തക്കവണ്ണ എന്തോ സംഗതികൾ നടത്തപ്പെടുന്നുണ്ട്. അയ്യോ എനിക്ക് നാട്ടിലെ നിൽക്കേണ്ട, രക്ഷപ്പെട്ടാൽ മതിയായിരുന്നോ. ആ നാട്ടിൽ നിനക്കൊരു ദൈവ പദ്ധതിയുടെ ശുശ്രൂഷ കിടപ്പുണ്ട്. ഹോളി സ്പിരിറ്റ്, അയ്യോ എനിക്കങ്ങ് ചത്താൻ മതിയായിരുന്നോ. നീ മരിക്കാൻ ദൈവത്തിനൊരു പ്ലാൻ ഇല്ലെന്നേ. ആമേൻ. അവിടെ നിന്ന് ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ നിന്ന് 2 പ്രാവശ്യം ഭക്ഷണം കഴിച്ച്, ആമേൻ, 40 ദിവസങ്ങൾ ആഹാരം കഴിക്കാതെ താൻ സഞ്ചരിച്ചോ. 40 ദിവസങ്ങൾ പിന്നെ താൻ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. രാവും പകലും താൻ നടന്നുകൊണ്ടിരുന്നു. നടന്ന് ഹോരേബിന്റെ പർവ്വതത്തിൽ എത്തി. ആ ഹോരേബിന്റെ ഗുഹയ്ക്കകത്തേക്ക് താൻ കയറി ചെന്നോ. ആ ഹോരേബിന്റെ ഗുഹയ്ക്കകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കൊടുങ്കാറ്റും തീയും ഭൂകമ്പവും ഒക്കെ ഉണ്ടായി. പാറകളെ പിളർന്നു പോകുന്നതായ ഭയങ്കര മാനിഫെസ്റ്റേഷൻസ്. പക്ഷേ ഏലിയാവ് അവിടെ ഒന്നും ദൈവശബ്ദം കേട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്തിനാ കർത്താവേ? ദൈവത്തിന് സംസാരിക്കാനല്ലായിരുന്നെങ്കിൽ, ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഈ കൊടുങ്കാറ്റും ഭൂകമ്പവും തീയും ഒക്കെ അയച്ചത്? ഒരു ഹൈപ്പിനാണോ അയച്ചത്? അല്ലല്ല. പകരമോ ഏലിയാവ് ഹോരേബിന്റെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ അശേരയുടെ മന്ത്രവാദികൾ പറഞ്ഞു വിട്ട ദുരാത്മാക്കൾ ഹോരേബിന്റെ ചുറ്റും വന്ന് നിൽക്കുകയാണ്, ഏലിയാവിന്റെ പ്രാണനുമായിട്ട് തിരിഞ്ഞു പോകാൻ. പക്ഷേ ഏലിയാവും ദൈവവും കൂടെ സംസാരിക്കുന്നതിന് മുന്നമേ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ 3 സൈന്യം ഇറങ്ങി. കൊടുങ്കാറ്റായി വെളിപ്പെടുന്ന ഏഞ്ചലിക് ഹോസ്റ്റ്, അടുത്തതായിട്ട് അഗ്നിയായിട്ട് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സൈന്യം. ഭൂകമ്പം വരുത്തുന്ന പാറകളെ കീറുന്ന ഏഞ്ചലിക് റലംസ് അല്ല റസിയ. ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാ, ഏലിയാവ് ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ അതിന്റെ വെളിയിൽ പൂരം അടി നടക്കുകയായിരുന്നു. ആരും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂത സൈന്യമോ അശേരയുടെ 400 മന്ത്രവാദികൾ പറഞ്ഞയച്ച മരണദൂതന്മാരും തമ്മിൽ ആ യുദ്ധത്തിൽ പാറകൾ തകർന്നോ. ഇന്ന് പകൽക്കാലം നീ അറിയണോ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നീ മറഞ്ഞിരിക്കുമ്പോൾ, ഗുഹയ്ക്കകത്ത് നീ കയറിയിരിക്കുമ്പോൾ, നീ അറിയാത്ത നിന്റെ ചുറ്റുപാടിൽ ആത്മമണ്ഡലത്തിന്റെ യുദ്ധങ്ങൾ നടക്കുകയാണ്. ഇന്ന് പകൽക്കാല നീ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ചുറ്റും ഏഞ്ചൽസ് ഇറങ്ങി അടിക്കുന്ന ദൈവശക്തി. ഏലിയാവ് ദൈവത്തെ കണ്ടില്ല, പക്ഷേ അശേരയുടെ പ്രവാചകന്മാർ അയച്ചുവിട്ട ദുരാത്മാക്കൾ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടോ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഞാൻ നീയും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടത്തില്ലായിരിക്കാം. കാരണം ദൈവ സാന്നിധ്യം അവിടെയല്ല വെളിപ്പെടേണ്ടത്. ദമാസ്കസിന്റെ പട്ടണത്തിനകത്ത് ഒരു പച്ച മനുഷ്യനിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ, യെരൂശലേം കഴിഞ്ഞപ്പോൾ ദമാസ്കസിലേക്ക് ശത്രു കയറി വരികയാ, സഭകളെ മുടിക്കുകയാ. അനന്യാസ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു ദൂതനും അനന്യാസിന്റെ അടുക്കൽ വന്നില്ല, ഒരു മറുപടിയും അനന്യാസിന്റെ അടുക്കൽ വന്നില്ല. പക്ഷേ അകത്ത് അനന്യാസ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദമാസ്കസിന്റെ ഗേറ്റിന്റെ വെളിയിൽ ദൈവം ഇറങ്ങി നിന്നിട്ട് നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന വെളിച്ചത്തിൽ ദൈവം അവിടെ നിന്ന് കയറി വന്നവന്റെ വഴി അടച്ചു കളഞ്ഞു. ഹോളി 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 ഹോളി. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ ഗുഹയ്ക്കകത്ത്, നിന്റെ ഇരുട്ടിനകത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സാന്നിധ്യം വെളിപ്പെട്ടില്ലായിരിക്കാം. പക്ഷേ
Sahara Hasia, Adana Hasia, La Hasia, La Hasara Hasara, Alantoria Prabo Shelia Hatania, Latania, in his presence, victory in his presence. Avanda Sanithiam and the Maravana, Avanda Sanithiam and the Maravana, Avanda Sanithiam and the Maravana, Tanda Sanithia Tilavan and the Marakimbal, Duratma Mandalangale, Adichugala in the Deva Shakti, yes, Alatania, in the Pagal Ni Arianam Deva Tinda Paidale, Nia Sanithil Marajirikimbal, Ni Ariati a warfare, Amen, between angels and demons, between angels and demons, between angels and demons. Amen. ഞാൻ ഇങ്ങനെ പറയും, കർമ്മേലിൽ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നു ഏലിയാവ്. പക്ഷേ ഹോരേബിൽ അശേരയുടെ അധികാരങ്ങളെ ദൈവം തകർത്തു. കർമ്മേലിൽ ബാലിന്റെ പ്രവാചകന്മാരെ ഏലിയാവ് വെട്ടി. പക്ഷേ ഹോരേബിൽ ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി ഏലിയാവിനെതിരായ ദുർശക്തികളെ വെട്ടി. ഒന്നുകൂടെ ഞാൻ പറയാ, കർമ്മേലിൽ ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിന്നോ. രണ്ട്, ഹോരേബിൽ ദൈവം ഏലിയാവിന് വേണ്ടി നിന്നോ. Let me repeat. കർമ്മേലിൽ ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിന്നോ, ഹോരേബിൽ ദൈവം ഏലിയാവിന് വേണ്ടി നിന്നോ. If you are ready to stand for in the Mount of Carmel, he will be there in the Mount of Horeb. Oh, sararara. Lantha lantha ranga. അഭിഷക്തനെ, നീ കർമ്മേലിൽ ഒറ്റയ്ക്ക് നിൽക്ക, ഹോരേബിൽ സ്വർഗം മുഴുവനും ഇറങ്ങി നിൽക്ക. ഇന്ന് പകൽക്കാല ഇന്നലകളിൽ കർമ്മേലിന്റെ കൊടുമുടിയിൽ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത ചിലർക്ക് വേണ്ടി ഹോരേബിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ മഹത്വം. Victory in the name of Jesus. Victory in the name of Jesus. Promosh Martania. ഞാനിങ്ങനെ എൻ്റെ ഭാവനയിൽ പറയുകയാണ്. പിറ്റേന്ന് ഇസബേൽ വിളിച്ചിട്ട് ചോദിച്ചു, അശേരയുടെ പ്രവാചകന്മാരുടെ അടുക്കൽ എന്തായി? നീ ഇത്ര നാളും അമേൻ ഊട്ടിക്കൊണ്ടിരുന്നതായ അമേൻ നിന്റെ കയ്യിലിരുന്ന 10,000 പ്രേതഭൂത പിശാചുക്കളില്ലേ, ആ പിശാചുക്കളെയൊക്കെ അമേൻ വിട്ടിട്ട് ആ പിശാചുക്കൾ എന്തു പറയുന്നെന്ന് അശേര പറഞ്ഞു. ആ പിശാചുക്കളുടെ ആ ഭൂതങ്ങളുടെ മുഴുവനും കണക്ഷൻ നഷ്ടപ്പെട്ടോ. ഞാനിവിടെ ഇപ്പൊ എത്ര കളം നിരത്തിയിട്ട് എത്ര മഷി ഇരുട്ടിട്ടോ അതിലൊരു സാധനവും വെളിപ്പെടുന്നില്ല. Amen. We lost the demonic connections. ഇന്ന് പകൽക്കാല നീ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അശേരയുടെ മന്ത്രവാദികൾ ചുമ്മാതെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരായി. കർമ്മേൽ ഫിസിക്കൽ ഫൈറ്റ് ആണെങ്കിൽ, ആമേൻ, ഹോരേബ് സ്പിരിച്വൽ ഫൈറ്റ് ആണ്. കർമ്മേൽ നിന്റെ വാള് ജയം നേടുന്ന ഇടമാണെങ്കിൽ, ഹോരേബ് ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി അടിക്കുന്ന സ്ഥലമാണ്. കർമ്മേൽ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ, ഹോരേബ് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ്. ഇന്ന് പകൽക്കാല കർമ്മേലിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അഭിഷക്തനെ നീ ഭയപ്പെടരുത്. നിനക്ക് മുൻപിൽ ഒരു ഹോരേബുണ്ട്. Oh, Landos Mari Maha Veda Kalambrave Shele Vaida Pramos Marakabakabakabakabarata Silora Mahasya Prabhaja. Jesus, Jesus, Jesus. ദൈവം മറയ്ക്കും അവൻ്റെ സാന്നിധ്യത്തിൽ. ഞാനൊന്നുകൂടെ പറയാം, നീ കർമ്മയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ഹോരേബിൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. കർമ്മേലിൽ നീ കാണുന്നത് മനുഷ്യരായ ബാലിൻ്റെ പ്രവാചകന്മാരെയാണ്. ഹോരേബിൽ നീ കാണുന്നത് ഇൻവിസിബിൾ സ്പിരിറ്റുകളെയാണ്. അമേൻ. ഇൻവിസിബിൾ സ്പിരിറ്റുകൾ നിന്നെ അമേൻ കമ്പാസ് ചെയ്യുമ്പോൾ ദൂതഗണം ഇറങ്ങി വരോ. അമേൻ. നീ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ഏഞ്ചൽസും ഡിമോൺസും തമ്മിൽ ഭയങ്കര അടി നടക്കുകയാണ്. അവിടെ പാറ പിളർന്നു പോയെന്ന് ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാ മുറിയുടെ പ്രാധാന്യം തിരിച്ചറിയണം. When we are in the inner space of your prayer room, നീ നിന്റെ പ്രാർത്ഥനാ പായിൽ മുഴങ്കാലിൽ കമിഴ്ന്നു കിടക്കുമ്പോൾ, നീ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഉപവാസത്തിൽ ഇങ്ങനെ ഏങ്ങിയിരിക്കുമ്പോൾ സ്വർഗം നിശബ്ദമല്ല, ദൂതന്മാർ ഭൂമിയിലോ.
ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അടുത്തതിലേക്ക് കയറുകയാണ്. ഡമാസ്കസിൽ ഇരുന്ന് പ്രാർത്ഥിച്ച അനന്യാസിന്റെ മുറിയിൽ ദൈവം വരുന്നതിന് മുന്നമേ ഡമാസ്കസിന്റെ സിറ്റി ഗേറ്റിന്റെ വെളിയിൽ പോയി നിന്ന്, അതിൻ്റെ ബൗണ്ടറിക്ക് വെളിയിൽ നിന്ന് വഴിയടയ്ക്കുകയായിരുന്നു. അനന്യാസ് ഇതൊന്നും അറിയുന്നില്ല. അനന്യാസ് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ദമാസ്കസിൽ യുദ്ധം വരാൻ പോകുന്നു, ദമാസ്കസിൽ സഭ തകരാൻ പോകുന്നു. ദൈവം ഇതിനൊന്നും മറുപടി പറയുന്നില്ല. പകരം കർത്താവ് എവിടേക്ക് പോയി നിൽക്കുകയാണെന്നറിയാമോ? ഡമാസ്കസിന്റെ ഗേറ്റിൽ പോയി നിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അനന്യാസിന്റെ പ്രാർത്ഥനയിൽ ഒരു ദൂതനല്ല മറുപടി പറഞ്ഞത്. അനന്യാസിന്റെ പ്രാർത്ഥനയിൽ യേശു നേരിട്ടിറങ്ങി ഡമാസ്കസിന്റെ വാതിൽക്കൽ വീണു. അനന്യാസിന്റെ പ്രാർത്ഥനയിൽ ഒരു ദൂതൻ മറുപടി പറഞ്ഞില്ല. പക്ഷെ താൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ നാളുകൾ, ദിവസങ്ങൾ കഴിഞ്ഞ് അനന്യാസിന്റെ പ്രാർത്ഥന മുറിയിൽ കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയാം, അനന്യാസേ, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ചെല്ല്. അവിടെ ഒരുത്തനെ കാണും, അവന് വേണ്ടി കൂടെ പോയി പ്രാർത്ഥിക്കുക. അനന്യാസ് പറയാം, കർത്താവ്, അവൻ ഇങ്ങോട്ട് വരാതിരിക്കാനാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ. ഇങ്ങോട്ട് വരാതിരിക്കേണ്ട പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നാണ്ട്ര അതിലേക്ക് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലാൻ കർത്താവ് അനന്യാസിൻ്റെ അടുക്കൽ പറഞ്ഞു. ഇങ്ങോട്ട് കയറി വരുമെന്ന് പറഞ്ഞ പ്രശ്നത്തെ അടിച്ചോടിച്ച് കണ്ണും പൂട്ടി ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. നീ പോയി അതിനെ ഓപ്പൺ ചെയ്തു. അനന്യാസിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം മറുപടി നൽകുകയായിരുന്നില്ല. ഞാൻ കുഞ്ഞുങ്ങൾ യൗവനക്കാരോടൊക്കെ ഒരു കാര്യം പറയട്ടെ. അനന്യാസിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം മറുപടി നൽകുകയായിരുന്നില്ല. അനന്യാസിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം എന്ത് ചെയ്യുകയായിരുന്നെന്നറിയാമോ? അനന്യാസിനെ കൂടെ ദൈവം തൻ്റെ മിഷനിൽ പങ്കാളിയാക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം അനന്യാസിൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ അവൻ്റെ സൈറ്റ് ഓഫ് ചെയ്തു, നീ പോയി ഓൺ ചെയ്തേ. ഞാനതിനെ പൂട്ടിയിട്ടേക്കുക, നീ പോയി തുറന്നു കൊടുക്കുക. ദൈവം പൂട്ടിയതിനെ തുറക്കാൻ കഴിയുന്ന, നമ്മൾ പറയാം അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ലെന്ന്. പക്ഷെ അനന്യാസിന്റെ അടുക്കൽ പറഞ്ഞ, അനന്യാസ്, ഞാൻ അടച്ചതിനെ നിന്നെ കൊണ്ട് തുറപ്പിക്കും. ഞാനൊന്ന് പറയാം, എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകത്തില്ല. ചില പ്രശ്നങ്ങളെ ദൈവം നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുതരും. കർത്താവേ, പൗലോസ് ഇങ്ങോട്ട് വരല്ലേ, ശൗലിങ്ങോട്ട് വരല്ലേ. കർത്താവ് അനന്യാസിൻ്റെ അടുക്ക് പറഞ്ഞു, നീ പോയി ശൗലിനെ പിടിച്ചോണ്ട് വാ. ആമേൻ. ചില പ്രശ്നങ്ങളെ ദൈവം ഒഴിവാക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ഭാഗമാണ്. പൗലോസ് റോമിലേക്ക് യാത്ര ചെയ്യുകയാണ്. വാഗ്ദത്തത്തിൻ്റെ യാത്രയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് കൈസരെ കാണുന്നത്. യാത്രയിലേക്ക് പോകുമ്പോൾ പിശാചു പറഞ്ഞു, ഞാൻ അവനെ എത്തിക്കത്തില്ല, ഞാൻ കാറ്റായി കടലിൽ ചെല്ലുമെന്ന്. തമ്പുരാൻ പറഞ്ഞു, നിനക്ക് വീശാവുന്നതിൻ്റെ മാക്സിമം വീശിക്കോ, ഞാൻ കപ്പൽ തകർത്തോ. നീ കപ്പൽ തകർത്താലും, നീ സൂര്യരെയും നക്ഷത്രങ്ങളെ ഇരുട്ടിലാക്കി വെച്ചാലും, ഞാൻ പൗലോസിന്റെ മേലിട്ടിരിക്കുന്ന നിയോഗം. കപ്പല് തകർന്നു. പൗലോസ് മരക്കഷണത്തെ പിടിച്ച് നീന്തി മാൾട്ടയിലെത്തി. പിശാചി വീണ്ടും ചെന്നിട്ട് പറഞ്ഞു, രക്ഷപ്പെട്ടെന്നൊന്നും ചിന്തിക്കണ്ട, ഞാൻ അവിടെ ഇട്ട് മെലിത്തയിലിട്ട് പൗലോസിനെ പിടിക്കും, അവിടെ എൻ്റെ സ്റ്റേഷൻ കിടപ്പുണ്ടെന്ന്. തമ്പുരാൻ പറഞ്ഞു, നീ എന്തുവാന്ന് വെച്ചാൽ പോയി അങ്ങ് ചെയ്യ്. കൂടെ നിന്ന ദൂതന്മാർ ചോദിച്ചു, കർത്താവേ, പൗലോസ് അവൻ ആരുടെ കയ്യിലാണ് ചെന്ന് കയറുന്നതെന്ന് ചെന്നിട്ടൊന്ന് അറിയട്ടെ. ആമേൻ. പിശാച് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ കർത്താവ് പറഞ്ഞേ, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആരുടെ കയ്യിലാണ് ചെന്ന് കയറുന്നതെന്ന് ഓർത്തിട്ട് കയറി പോക്കണം. അത്ര നേരം കാറ്റടിച്ച് കപ്പലിന് നേരെ പൊരുതി നിന്നവൻ ഇപ്പം ഡയറക്റ്റ് കയ്യിലേക്കം കയറി. എടാ മണ്ട പിശാചേ, നിനക്ക് പൗലോസിന്റെ 1 സെന്റിമീറ്റർ എങ്കിലും മെഷർ ചെയ്തിരുന്നെങ്കിൽ
അവൻ്റെ കയ്യെ കയറി തൊടുമോ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകട്ടെ. ജീവിതത്തിൽ പലപ്പോഴും ചോദിക്കും, വൈ ലോർഡ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ അനുവദിക്കുന്നു? എൻ്റെ നീ അതിനെ വേണ്ടവണ്ണം കൈകാര്യം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ കയ്യിൽ അത് ഒതുങ്ങുമെന്ന് ദൈവത്തിന് അറിയാം. കർത്താവേ, ഒരു ദൂതനെ അയച്ചേരണേ. എടാ, അത് ദൂതൻ തീർക്കേണ്ട പ്രശ്നമല്ലെന്ന് നീ തന്നെ അതിനെ അങ്ങ് സോൾവ് ചെയ്യും. ഞാൻ വേഗത്തിൽ പൂർത്തീകരിക്കട്ടെ. ആമേൻ. ദൈവം എന്നെ മറയ്ക്കുന്ന ദൈവമാണ്. ഞാൻ ഒരു ഭാഗം പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. എഹെസ്കേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. എഹെസ്കേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിൻ്റെ അരികെ കൂടി കടന്നു, നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ സമയമായി എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിൻ്റെ മേൽ വിരിച്ച് നിൻ്റെ നഗ്നത മറച്ചു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പ്രേമത്തിൻ്റെ സമയമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ദ ടൈം ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ നിന്നെ സ്നേഹിക്കപ്പെടുവാനുള്ള സമയം. അതിൻ്റെ 5-6 വാക്യങ്ങളിൽ പറയുന്നത് നീ വെറുക്കപ്പെട്ടവനെന്നാണ് പറയുന്നത്. 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആമേൻ, നിന്നെ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് വെളിമ്പ്രദേശത്തിട്ട് കളഞ്ഞു. 5-ാം വാക്യത്തിൽ വെറുപ്പ് തോന്നി. 6-ാം വാക്യത്തിൽ വെറുപ്പ് തോന്നിയവനെ ദൈവം കണ്ടു. ഞാൻ നിന്റെ സമീപത്ത് കൂടി കടന്നുപോയി. വെറുപ്പ് തോന്നിയവനെ കണ്ട ഒരു ദൈവം. ആമേൻ. വെറുപ്പ് തോന്നപ്പെട്ടവനെ, വെറുപ്പ് തോന്നി തള്ളിക്കളഞ്ഞവനെ ദൈവം കണ്ടു. ദൈവം അവൻ്റെ വെറുപ്പ് മാറ്റി. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ടൈം ടു ബി ലൗഡ്. എല്ലാ കാലവും റിജക്ഷൻ്റെതല്ല കേട്ടോ, എല്ലാ കാലവും വെറുപ്പിൻ്റെതല്ല കേട്ടോ. ഇപ്പോൾ ആകർഷിക്കപ്പെടുന്ന കാല. പക്ഷേ കർത്താവ് നടന്നു പോയപ്പോൾ, അരികെ കൂടി കടന്നു പോയപ്പോൾ, ദൈ ടൈം വാസ് ദ ടൈം ഓഫ് ലവ്. നിന്നെ എല്ലാവരും സ്നേഹിക്കുന്ന, നിന്നെ ആദരിക്കുന്ന ഒരു സമയമാണെന്ന് മനസ്സിലായി. പക്ഷേ കർത്താവിന് മനസ്സിലായ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവനെ സ്നേഹിക്കുന്നവനൊന്നോ ഇവനെന്തെങ്കിലും നന്മ ചെയ്യാനല്ല സ്നേഹിക്കുന്നത്, ഇവനെ സ്നേഹിച്ച് നശിപ്പിക്കത്തേ ഉള്ളെന്ന്. പെട്ടെന്ന് കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? അടുത്ത കടയിൽ പോയി ഒരു ഉടുപ്പ് മേടിച്ചുകൊണ്ട് കൊടുത്തെന്നല്ല എഴുതിയിരിക്കുന്നത്. പകരം എഴുതിയിരിക്കുന്നത്, എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു, നിന്നെ മറച്ചു. എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു, നിന്നെ മറച്ചു. ഞാനിങ്ങനെ ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ വസ്ത്രം എൻ്റെ മേൽ വിരിച്ച് എന്നെ മറച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ വസ്ത്രം എന്തായിരിക്കും? ദൈവത്തിൻ്റെ വസ്ത്രം എന്തായിരിക്കും? തേജസ്. ഒരു തേജസ് കൊണ്ട് അവൻ എന്നെ മറയ്ക്കുക. ദ സീക്രട്ട് പ്ലേസ് ഓഫ് ഗോഡ്, ദ ഹൈഡിങ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മറവ് എന്ന് പറഞ്ഞ കർത്താവ് പറയാ, എടാ, ഞാൻ നിന്നെ മറയ്ക്കാൻ പോകുന്നത് ഏതെങ്കിലും കാട്ടിലും കൂട്ടിലും അല്ല. ഞാൻ നിന്നെ മറയ്ക്കുന്നത് എൻ്റെ തേജസ് കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കാം. നിനക്കെതിരെ ഒരു അസൂയയുടെ കണ്ണും പതിയാതെ, നിനക്കെതിരെ ഒരു തിന്മയുടെ കണ്ണും പതിയാതെ, നിനക്കെതിരെ ഒരു ദോഷത്തിന്റെ കണ്ണും പതിയാതെ ഞാൻ നിന്നെ എന്തു ചെയ്യോ? എൻ്റെ തേജസ് കൊണ്ട് മറയ്ക്കോ. Yes, you shall be hidden in the glory of God. You shall be hidden. Alba prabarthania mahazalagadada rampunia balodia prabashakalbarthani lazia prabarthania. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ the skirt of him is going to be spread over you. അവന്റെ വസ്ത്രം നിന്റെ മേൽ വിരിക്കപ്പെടുന്ന മിനിറ്റുകൾ ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? ലാംപ്രോ ഷേക്കലിയ റാക്കിലിയ മഹോഷിയ പ്രവർത്താനി എബ്രോസുലിയ നടാല ബക്കറിയ പ്രവർത്താനി. എൻ്റെ വസ്ത്രം കൊണ്ട് നിന്നെ മറച്ചോ. You will be hidden in his coat. അവന്റെ ഉടുപ്പിനകത്ത് നീ മറയപ്പെടോ. അവന്റെ ഉടുപ്പ്, അവൻ മേഘം പോലെ ഉടുക്കുന്ന, അവൻ മേഘം വസ്ത്രം പോലെ ഉടുക്കുന്നവൻ, അവൻ അഗ്നിയെ വസ്ത്രം പോലെ ഉടുക്കുന്നവൻ, അവൻ തേജസ്സിനെ വാരി ഉടുക്കുന്നവൻ, അവൻ വെളിച്ചത്തെ ഉടുപ്പ് പോലെ ധരിക്കുന്നവൻ. ഇന്ന് പകൽക്കാലം അവൻ നിന്റെ മേൽ ഒരു കവറിംഗ് ഇടുകയാണ്. You are going to be hidden in the glory of God. You are going to be hidden in the glory of God. Hey shalara mahasiya prabatani Lamthania Pramashakalmania Lanturia Prabashal Batari Rapsamahonia. യെശയ്യാ പ്രവചനം 49-ന്റെ 2-ൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എന്നെ മറച്ചു വെച്ചു. അവൻ എന്നെ മറച്ചു വെച്ചു. എങ്ങനെയാണ് മറച്ചു വെച്ചതെന്നറിയാമോ? അവൻ എന്നെ മിനുക്കിയ അമ്പായി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. ദൈവം അനുവദിച്ചാൽ അടുത്ത സെഷനിൽ ഞാനത് സംസാരിക്കാം. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ആരംഭത്തിങ്കൽ പറയട്ടെ, you are going to be hidden in the glory of God.
അവൻ്റെ തേജസ്സിന് അവൻ്റെ വസ്ത്രം എൻ്റെ മേൽ വിരിച്ചോ, എന്നെ മറച്ചോ. ഇന്ന് പകൽക്കാലം ദൈവം തൻ്റെ വസ്ത്രം ചിലരുടെ മേൽ വിരിക്കുന്ന മിനിറ്റുകളാണ്. അവൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം, അവൻ്റെ മഹിമയുടെ വസ്ത്രം, അവൻ്റെ അഗ്നിയുടെ വസ്ത്രം. 40 ദിനരാത്രങ്ങൾ സീനായ് മലയിൽ ഇരുന്ന മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ്റെ മുഖം തേജസ്സാണ്. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ്റെ മുഖത്ത് തേജസ്സാണ്. ഇന്ന് പകൽക്കാല ഒരു ഗ്ലോറി കവറിങ് നിന്റെ മേൽ, ഒരു തേജസ്സിന്റെ കവറിങ് നിന്റെ മേൽ. വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയാട്ട് നീ ഇതിനകത്തുനിന്ന് ഇറങ്ങി പോകുമ്പോൾ ദൈവത്താൽ മറയപ്പെട്ടവനായി അവൻ്റെ തൂവലുകൾ കൊണ്ട്, അവൻ്റെ തൂവലുകൾ കൊണ്ട്, അല്ലല്ല അവൻ്റെ പരിച കൊണ്ട്, അവൻ്റെ സാന്നിധ്യത്തിനകത്ത്, അവൻ്റെ മേഘത്തിനകത്ത്, അവൻ്റെ തേജസ്സിനകത്ത് ഇന്ന് പകൽ സ്വർഗം നിന്നെ കവർ ചെയ്യുകയാണ്. Covered under the glory of God, covered beneath the shield of God, covered with the glorious garment of God. ഏലബ പ്രവർത്താനി ഇതാ യെഹെസ്കേൽ പ്രവചനം 16 പറയുന്നു, അവൻ തന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചുവെന്ന്. And the skirt of God is spreading over you, and the mantle of God is spreading over you. ഇന്നമേൽ അവന്റെ ഉടുപ്പ് വന്ന് വീഴുകയാണ്. ഇന്നമേൽ the skirt of his glory, the skirt of his glory is going to fall upon you, is going to fall upon you. abala mahazia abala hadana hadana aprabaria pramasha vida prabashaba baba balotia vikamaharia. ഇന്ന് പകൽ നിനക്കെതിരെ നിൽക്കുന്ന പൈശാചിക ആഭിചാര ശക്തികൾ നിന്നെ തൊടാതെ വേണ്ടോ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ നിന്നെ തൊടാതെ വേണ്ടോ. നിന്നെ കവർ ചെയ്യുന്ന ദൈവത്തിന്റെ പരിച, the shield and the buckler of God. ഇതാ സ്വർഗം നിന്റെ മേൽ, അവന്റെ സാന്നിധ്യം, അവന്റെ സാന്നിധ്യം. The presence of God, the presence of God, the presence of God. The presence of God. Ora bahasibilia atula mahazia pramajala batidila gati atabala gachabala dura jeri adibara bakshibara. ഇതാ ചിലരുടെ മേൽ ദൈവത്തിന്റെ തേജസ്, ചിലർ അവന്റെ സാന്നിധ്യത്തിനകത്ത്. Hidden in the presence of God, hidden in the glory of God, hidden in the presence of God, hidden in the glory of God. Apro samania lartibinia kolbosia videnia pramashankalam bandalam badara vaidava prabha അടഞ്ഞ കണ്ണുകൾക്കകത്ത്, തുറന്ന അധരങ്ങൾക്കകത്ത്, പുറപ്പെടുന്ന അന്യഭാഷകൾക്കകത്ത്, വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് ഒരു ദൂതമണ്ഡലം നിനക്ക് വേണ്ടി റിലീസ് ആകുന്നത്, ഒരു സാന്നിധ്യം നിന്നെ തൊടുന്നത്, ഒരു മേഘം നിന്നെ കവർ ചെയ്യുന്നത്, ഒരു വെളിച്ചം വസ്ത്രം പോലെ നിന്നെ കവർ ചെയ്യുന്നത്. പ്രബോധന വാർത്തമാ പ്രബാൽബനേ